വിദ്യാഭ്യാസ പ്രക്രിയയിൽ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളോടൊപ്പം കൈകോർക്കുമ്പോഴാണ് നമ്മൾ PTA എന്ന് പറയാം. മഹാനായ ഹിഷാം ഇബ്നു ആമിർ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന ലോകപ്രശസ്തനായ പണ്ഡിതൻ, ഇമാമുന ബുഖാരി തങ്ങളുടെ ഉസ്താദ് കൂടിയായ ഹിഷാം ഇബ്നു ആമിർ എന്നവരാണ് വിദ്യാർത്ഥി സമൂഹത്തിനും വിദ്യാഭ്യാസത്തിനും ഗുരുനാഥരോട് കാണിക്കേണ്ട അച്ചടക്കത്തിനും ബഹുമാനത്തിനും വലിയ ഒരു മാതൃക കാണിച്ചു പോയത്. ചരിത്രത്തിലെ അമൂല്യമായ അത്യപൂർവമായ സംഭവ വികാസങ്ങളിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് നമ്മുടെ ഇന്നത്തെ പ്രഭാഷണ പരിപാടി. ഡമസ്കസിൽ താമസിച്ചിരിക്കുമ്പോ വീട് 20 ദീനാറിന് വാപ്പ പിതാവ് കച്ചവടം ചെയ്യുന്നു. 20 ദീനാർ ഒരു വലിയ സംഖ്യയൊന്നുമല്ല. ആ പൈസ എത്രയും തന്റെ പ്രിയപ്പെട്ട മകൻ പഠിക്കണം എന്നാഗ്രഹിക്കുകയും മദീനയിലെ ഒരു യുഗത്തിന്റെ ചൈതന്യമായിരുന്ന മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, ഇമാമു ദാരിൽ ഹിജ്റ, മദീനയുടെ ഇമാം എന്നറിയപ്പെടുന്ന, യൂഷികു അൻ തദ്രിബ അക്ബാദുൽ ഇബ്ലി ഇലാ ആലിമി മദീന യത്ലുബൂന ഇൽമ, മദീനയിലെ ഒരു പണ്ഡിതനിൽ നിന്ന് ഇൽമ സ്വീകരിക്കാനും പഠിക്കാനും വേണ്ടി ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് ഒട്ടകപ്പുറത്ത് ആളുകൾ യാത്ര ചെയ്യാൻ സമയമെടുത്തു എന്ന് നിബിതങ്ങൾ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം ഈ മഹാനായ മാലിക് ഇമാമിനെ സംബന്ധിച്ചാണെന്ന് പോലും ഇമാമുന ശാഫിഈ തങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആ മഹാപണ്ഡിതൻ അവരുടെ അരികത്ത് ചെന്ന് ഇൽമ പഠിക്കലാണ് 20 ദീനാറിന് വീട് വിറ്റതിന്റെ ലക്ഷ്യം. മക്കളെ പഠിപ്പിക്കലാണ്. എത്രയോ മുതഅല്ലിമീങ്ങൾ ഈ സദസ്സിലിരിക്കുന്നുണ്ട്. ദാറുൽ ഹുദയുടെ അതേ സിലബസ് 12 വർഷത്തെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായ ദാറുൽ ഇർഷാദ് അക്കാഡമി ഈ ഉദുമ പടിഞ്ഞാറിന്റെ അഭിമാന സ്ഥാപനമാണ്. വിജ്ഞാനീയത്തിന് വേണ്ടി, വിജ്ഞാനം നേടാൻ വേണ്ടി എന്താണ് നമ്മൾ ചെലവഴിക്കുന്നത്? 20 ദീനാർ സ്വന്തം വീട് വിറ്റത് മദീനയിൽ പോയി ഇൽമ പഠിക്കാൻ വേണ്ടി. ഡമസ്കസിൽ നിന്ന് മകൻ ഹിഷാം ഇബ്നു ആമിർ എന്ന് പറയുന്ന ചെറിയ കുട്ടിയാണ് മദീനയിലേക്ക് വരുന്നു. മദീനയിൽ വന്ന് നോക്കുമ്പോ മദീനത്തെ പള്ളി നിറയെ പണ്ഡിതന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മുതഅല്ലിമീങ്ങൾ നിരന്നിരിക്കുന്നു മാലിക് ഇമാമിന്റെ മുമ്പിൽ. കഅന്ന അലാ റഊസിഹിം അത്വയ്ർ, തലകൾക്ക് മീതെ പക്ഷികൾ ഇരിക്കുന്ന പോലെ എന്ന് പരിശുദ്ധ ഹദീസിൽ സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞ പോലെ പണ്ഡിതന്മാർ കൂട്ടം കൂട്ടമായി ആലിമിൽ നിന്ന് ഇൽമ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്കാണ് ചെറിയൊരു കുട്ടി ഇൽമ പഠിക്കാൻ വേണ്ടി കടന്നു വരുന്നത്. യാ ഇമാം അല്ലിംനി വഹദ്ദിസ്നി, ഇമാമേ, ശൈഖ് അവറുകളെ, എനിക്ക് നിങ്ങൾ ഹദീസ് പറഞ്ഞു തരണം, എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചു തരണം. ഇമാമുന മാലിക് തങ്ങൾക്ക് ഒരു രീതിയുണ്ട്, ഇൽമ അർഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കാവൂ എന്നാണ്. എല്ലാ ഇൽമും എല്ലാവർക്കും കൊടുക്കാനും കഴിയില്ല. വാള് പറയുമ്പോൾ പോലും പ്രഭാഷകന്മാർ മനസ്സിലാക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ഹദ്ദിസുന്നാസ് അലാ ഖദ്രി ഉഖൂലിഹിം അതുഹിബ്ബൂന അൻ യുകദ്ദബ അല്ലാഹു വറസൂലുഹു, പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്നതും പൊതുജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതുമേ ഒരു പൊതുസമൂഹത്തിൽ പ്രസംഗിക്കാൻ പാടുള്ളൂ എന്നാണ്. കാരണം ഇസ്ലാമിന്റെ ഗാഢമായ ആശയങ്ങൾ ഒരുപക്ഷെ സാധാരണക്കാരന് ആക്സസ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അങ്ങനെ വരുമ്പോ അവർക്ക് അള്ളാഹുവിനെ പറ്റി തെറ്റിദ്ധാരണ വരും. പോലെയുള്ള വിഷയങ്ങളൊക്കെയും സാധാരണക്കാർക്ക് ഗ്രാഹ്യമല്ലാത്ത അത്രയും സങ്കീർണമായ വിഷയങ്ങളായിരുന്നു. ഇതിന്റെ പേരിലൊക്കെ ഒരുപക്ഷെ അള്ളാഹുവിനെയോ റസൂലിനെയോ അള്ളാഹുവിന്റെ ഔലിയായിനെയോ ഒക്കെ വളരെ അധിക്ഷേപിക്കുന്ന ആളുകളെ കാണാൻ കഴിയും. അതിലൊരു പക്ഷേ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ലാത്തിടത്ത് ചർച്ച ചെയ്തതാവാം അതിന്റെ കാരണമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്.
ഹദ്ദിസുൻ നാസ അലാ ഖദ്രി ഉഖൂലിഹിം. ഇമാമുന മാലിക് എന്നവർ യോഗ്യതയുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും, എല്ലാവർക്കും ഹദീസ് പറഞ്ഞു കൊടുക്കൂല. ഹദീസ് സ്വീകരിക്കാൻ കപ്പാസിറ്റി ഉണ്ടോ? ഹദീസ് എന്നത് അമാനത്താണ്, വിശ്വസ്തതയാണ്, അതൊരു സൂക്ഷിപ്പ് സ്വത്താണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തു പറഞ്ഞുവോ, ഹദ്ദസനി ഫുലാനുൻ അൻ ഫുലാനിൻ അൻ ഫുലാനിൻ എന്ന് തുടങ്ങി ഏതെങ്കിലും ഒരു സ്വഹാബിയിലേക്ക് അൻ നബി ഹുറൈറത അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന ഹബീബിന്റെ വാക്കെന്ന ആ ഒരു മുത്തുമണിയാണ് കൈമാറുന്നത്. ഹദീസ് പഠനം അങ്ങനെയാണ്. മാലിക് ഇമാമിന് തോന്നി, ഈ ചെറിയ കുട്ടി പഠിക്കാൻ മാത്രമൊന്നും ആയിട്ടില്ലല്ലോ, ഈ ചെറുപ്പക്കാരനാണ്. മാലിക് എന്നവർ പറഞ്ഞു, മോനെ ഹദീസ് പറഞ്ഞു തരാൻ സമയമായിട്ടില്ല, പൊയ്ക്കോളി എന്ന് പറഞ്ഞു. കുട്ടി പറഞ്ഞു, ഞാൻ പോവില്ല. ഡമസ്കസിൽ നിന്ന് ഞങ്ങൾ നിന്നിരുന്ന വീട് പോലും എന്റെ ഉപ്പ 20 ദീനാറിന് കച്ചവടം ചെയ്ത് എന്നെ അങ്ങയുടെ ഈ മദീനയിലേക്ക് പറഞ്ഞയച്ചത് അങ്ങയിൽ നിന്ന് ഹദീസ് പഠിക്കാനാണ്. എനിക്ക് ഹദീസ് പറഞ്ഞു തരണം, ഞാൻ പോവില്ല. മാലിക് എന്നവരെ പറഞ്ഞു, ഉഖ്റുജി യാ വലദ്, മോനെ പൊയ്ക്കോ, ആയിട്ടില്ല, സമയമായിട്ടില്ല. ചില രാട്ടി പറഞ്ഞയക്കുന്ന ചില ആളുകൾക്ക് അങ്ങനെയുണ്ട്. ചില മഹത്തുക്കളായ ദീർഘകളായ അലിമീങ്ങൾ ചില ആളുകളെ ഒന്നും അടുപ്പിക്കൂല. ചിലപ്പോ പൊയ്ക്കോ എന്ന് പറയും, ദൂരെ നിന്ന് നോക്കിയിട്ട് തന്നെ പറയും. പല ഔലിയാക്കന്മാരുടെയും ചരിത്രത്തിൽ കാണാൻ കഴിയും. ചിലരുടെ മനസ്സോ അല്ലെങ്കിൽ പക്വതയോ എത്രയാണെന്ന് ഉൾക്കാഴ്ച കൊണ്ട് നോക്കിക്കാണാൻ അവർക്ക് കഴിയും എന്നതാണ് അതിന്റെ പ്രത്യേകത. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ ഭാഗത്ത് ജീവിച്ചുപോയ ഒരു മഹാപണ്ഡിതനുണ്ട്. ഉസ്താദുമാരുടെ ലോകത്തൊക്കെ അറിയപ്പെടുന്ന കന്യാല മൗല എന്നറിയപ്പെടുന്ന റഹ്മത്തുള്ളാഹി അലൈഹി, പ്രഗത്ഭനായ വലിയ ഒരു ആരിഫായിരുന്നു, ഉൾക്കാഴ്ചയുള്ള ആലിമായിരുന്നു, പണ്ഡിതനായിരുന്നു, മുതസവ്വിഫായിരുന്നു, മുത്തഖിയായിരുന്നു. വലാ നുസക്കി അലല്ലാഹി അഹദ. ആ മഹാത്മാവിന്റെ അരികത്തേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ദുആയിരുന്നു തരണം എന്ന് പറഞ്ഞുകൊണ്ടുവന്ന അങ്ങ് കോട്ടയം ഭാഗത്തു നിന്ന് വന്ന ഒരു സാധാരണക്കാരൻ. അന്ന് രാവിലെ മഹാനവറുകളുടെ ആ മജ്ലിസിലേക്ക് പാണക്കാട് കുടുംബത്തിലെ കോഴിക്കോട് ഖാദി കൂടിയായ ബഹുമാനപ്പെട്ട സയ്യിദ് നാസർ ഹൈ ശിഹാബ് തങ്ങൾ അന്ന് മുത്തഅല്ലിമാണ്. മഹാനായ തങ്ങളവറുകൾ അന്ന് രാവിലെ 6 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ട് മൗലയെ കാണാൻ. അപ്പോഴേക്കും തെക്കൻ ജില്ലയിൽ നിന്ന് വന്ന ഈ സാധാരണക്കാരനായ മനുഷ്യൻ മൗലയെ കാണാൻ വേണ്ടി സലാം പറഞ്ഞ് ചെന്നപ്പോഴേക്കും, പൊയ്ക്കോ, ഇത് പൈസ ഉണ്ടാക്കുന്ന സ്ഥലമല്ല, ഇത് പൈസക്ക് വരുന്ന സ്ഥലമല്ല, പൊയ്ക്കോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആട്ടിപ്പുറത്താക്കുകയുണ്ടായി. അദ്ദേഹത്തിന് വലിയ സങ്കടമായി പോയി. കോട്ടയിൽ നിന്ന് വണ്ടി വിളിച്ചിട്ട് മലപ്പുറം ജില്ലയിലെ അങ്ങ് ഉള്ളിനുള്ളിലേക്ക് കടന്നു വന്നിട്ട് ബഹുമാനപ്പെട്ടവർ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു, ഇനി പോകണ്ട കേട്ടോ, മൗല നിങ്ങളോട് പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ പിന്നെ ചെന്നാൽ ഒരുപക്ഷെ കുരുത്തക്കേട് കിട്ടിയിരിക്കും. മൗല പറയുന്ന വാക്യതാണ്, ഇത് പൈസ ഉണ്ടാക്കാൻ വരുന്ന സ്ഥലമല്ല, പൊയ്ക്കോ എന്ന്. മൗലയെ കാണാൻ വേണ്ടി പാതിരാത്രിയിൽ കടന്നു ചെന്ന ചില പണ്ഡിതന്മാരെ പോലും മൗല കാണാൻ വിട്ടിട്ടില്ല, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, കാണാൻ വിട്ടിട്ടില്ല. ഒരുപക്ഷെ മനസ്സിനുള്ളിൽ കിടക്കുന്ന നീയത്തുകൾ എന്താണെന്ന് നോക്കിക്കാണാൻ അള്ളാഹുവിന്റെ ചില ഔലിയാക്കൾക്ക് സാധിക്കുമെന്നാണ്. തങ്ങൾ ചോദിച്ചു, അല്ല, നിങ്ങളോട് മൗല പറഞ്ഞത് ഇങ്ങനെയാണ്, പൊയ്ക്കോ, ഇത് പൈസ ഉണ്ടാക്കാൻ വരുന്ന സ്ഥലമല്ല. എന്തേ ഇപ്പൊ അങ്ങനെ പറയാൻ കാരണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എന്റെ നാട്ടുകാരനായ കോട്ടയത്തോ കായംകുളത്തോ ഉള്ള എന്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം മൗലയോട് 10 വർഷങ്ങൾക്ക് മുമ്പ് മൗലയെ കാണാൻ വേണ്ടി വന്നിട്ട് മഹാനവറുകളോട് ദുആ ഇറക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം ദുആ ചെയ്തു കൊടുത്തിട്ട് ഇന്ന് അദ്ദേഹം ഒരുപാട് റബ്ബർ എസ്റ്റേറ്റ് ഉള്ള വലിയ മുതലാളിയാണ് എന്റെ നാട്ടിൽ. ഞാനും വിചാരിച്ചു, ഈ മൗലയോടൊന്ന് ദുആ ഇറപ്പിച്ചാൽ എനിക്ക് കുറച്ച് പൈസ കിട്ടുമല്ലോ. ഞാനത് ചോദിക്കും മുമ്പാണ് എന്നോട് പറയുന്നത്, പൊയ്ക്കോ, ഇത് ദുനിയാവ് ഉണ്ടാക്കുന്ന സ്ഥലമല്ല. എന്റെ മനസ്സിലെ നിയ്യത്ത് പണക്കാരനായി മാറാനാണ്. ഒന്ന് ദുആ ചെയ്ത കുറച്ച് മുതലൊക്കെ ഉണ്ടായെങ്കിലോ അതെന്റെ മനസ്സിലേക്ക് നോക്കിക്കണ്ടുകൊണ്ട് പറഞ്ഞു, എന്നെ അട്ടിപ്പറഞ്ഞിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ മൗലവർക്ക് മരണപ്പെട്ടു, അവരുടെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇമാമുന മാലിക് തങ്ങൾ പറഞ്ഞു, ഉഖ്റുജ്, പൊയ്ക്കോ എന്ന് പറഞ്ഞു. പൊയ്ക്കോ. ആ കുട്ടിക്ക് പഠിക്കാനുള്ള വല്ലാത്ത ജിജ്ഞാസയുണ്ട്. മാലിക് ഇമാമിന്റെ സദസ്സിലേക്ക് സമ്മതമില്ലാതെ കയറി വരും.
സമ്മതം ചോദിക്കാതെ ക്ലാസ്സിനുള്ളിലേക്ക് കയറി വരും. ഇമാം അവറുകളെ എനിക്ക് വല്ലതും പറഞ്ഞു തരണം, ഹദീസ് പറഞ്ഞു തരണം എന്ന് പറയും. അങ്ങനെ ഒരിക്കൽ കുട്ടിയുടെ അച്ചടക്കത്തിൽ ചില വിഷമം കണ്ടപ്പോ മാലിക് ഇമാം അവരുടെ ഖാദിമിനോട് പറഞ്ഞു, ഈ കുട്ടിക്ക് ഒരു 15 അടി കൊടുക്കണം എന്ന് പറഞ്ഞു. ഇതൊരു 15 അടി കൊടുക്കുന്നു പറഞ്ഞു. കുട്ടിയെ കൊണ്ടുപോയി 15 അടി അടിച്ചു. കുട്ടിക്ക് വല്ലാത്ത സങ്കടമായി പോയി. ഈ കുട്ടി എന്ന് പറയുന്നത് പിൽക്കാലത്ത് വന്ന ഇമാമുന ബുഖാരി തങ്ങളുടെ ഉസ്താദാണ്, ഹിഷാം ഇബ്നു ആമിർ റഹ്മത്തുള്ളാഹി അലൈഹി. ബുഖാരി ഇമാമിന് ഒരുപാട് ഉസ്താദുമാരുണ്ട്. ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി പ്രധാനപ്പെട്ട ഗുരുനാഥനാണ്. വേറെയും ഉസ്താദുമാരിൽ ഒരാളാണ് ഈ പറയുന്ന ഹിഷാം ഇബ്നു ആമിർ റഹ്മത്തുള്ളാഹി അലൈഹി. 15 അടി കിട്ടി. ഇമാം അവറുകൾ പള്ളിയിലേക്ക് പോകുന്ന പോക്കിൽ ആ കുട്ടി അവിടെ ഇരുന്ന് ഇങ്ങനെ കരയാണ്. പറഞ്ഞു, ഇമാമേ, ലഖദ് ളലംതനി, നിങ്ങൾ എന്നെ വല്ലാതെ ആക്രമിച്ചു അല്ലേ ഇമാമേ. ശൈഖ് അവറുകളോട് ഞാൻ എന്താ ചോദിച്ചത്? ഹദീസ് പറഞ്ഞു തരണമെന്ന് ചോദിച്ചു. ഹദീസ് ചോദിച്ചിട്ട് എനിക്ക് അടിയാ കിട്ടിയത്, 15 അടി. എനിക്ക് വല്ലാത്ത വിഷമുണ്ട്. ഞാൻ അള്ളാഹുവിന്റെ കോടതിയിൽ ഇതിന് പരാതി പറയും കേട്ടോ, നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും റബ്ബിനോട്, അള്ളാഹുവിനോട്. ഇമാം അവറുകൾക്ക് വല്ലാത്ത വിഷമം തോന്നി. മോനെ എനിക്ക് മാപ്പ് തരണം. ശൈഖ് അവറുകളല്ല അടിച്ചത്, ഗുരുനാഥന്റെ ആജ്ഞപ്രകാരം ഖാദിമാണ് അടിച്ചത്. എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞു. കൈഫ തർദാ, മോൻ എങ്ങനെയാണ് തൃപ്തിപ്പെടുന്നത്? എന്ത് ചെയ്താലാണ് മോൻ എന്നോട് തൃപ്തി ഉണ്ടാവുക, എനിക്ക് പൊരുത്തം തരിക? ഇമാമേ, ഹദ്ദിസിനി അൻ കുല്ലി ദർബത്തിൻ ദറബ്തഹാ, നിങ്ങൾ എന്നെ അടിച്ച ഓരോ അടിക്കും പകരം നിങ്ങൾ എനിക്ക് ഹദീസ് പറഞ്ഞു തരണം, എന്നാ ഞാൻ പൊരുത്തപ്പെട്ടു തരാം. ഇങ്ങനെ പള്ളിക്ക് പോകുന്ന പോക്കിൽ ഹദ്ദസനി ഫുലാനുൻ അൻ ഫുലാനിൻ അൻ ഫുലാനിൻ അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദീസ് 1, ഹദീസ് 2, 15 അടി കിട്ടിയപ്പോ 15 ഹദീസുകൾ അതിന്റെ പകരം ചോദിച്ചു വാങ്ങി മഹാനായ ഹിഷാം ഇബ്നു ആമിർ റഹ്മത്തുള്ളാഹി അലൈഹി. ഇന്ന് ഉസ്താദ് അടിച്ചാൽ പോലീസ് കേസായി പോകും ചിലപ്പോ അല്ലെ. ഉസ്താദന്മാര് ശിക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു കുട്ടിയെ അടിച്ചാൽ അത് വലിയ കേസാണ്, വലിയ പരാതിയാണ്. PTA യോഗങ്ങളിലൊക്കെ വലിയ ചർച്ച ചിലപ്പോൾ അതായിരിക്കും. PTA കമ്മിറ്റി നടത്തുന്ന പരിപാടി ആയതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. അന്ന് അങ്ങനെയല്ല. സിദ്നി ഫിൽ ദർബ് വസിദ്നി ഫിൽ ഹദീസ്, ഒരുപാട് അടിച്ചോളൂ, ഒരുപാട് ഹദീസും പറഞ്ഞോളൂ, കുഴപ്പമില്ല. അങ്ങനത്തെ മഹാനാണ്, വിജ്ഞാനത്തിന്റെ കുതുകിയായിരുന്നു മഹാനായ ഹിഷാം ഇബ്നു ആമിർ റഹ്മത്തുള്ളാഹി അലൈഹി. വിജ്ഞാനത്തിന്റെ മഹത്വവും വിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയും മനസ്സിലാക്കി സ്വന്തം വാപ്പയാണ് 20 ദീനാർ വീട് വിറ്റ കാശ് കയ്യിൽ കൊടുത്തു, മോൻ യാത്ര പോയിക്കോ എന്ന് പറഞ്ഞ് ഡമസ്കസിൽ നിന്ന് ഇങ്ങ് ദൂരേക്ക് സൗത്ത് ഈസ്റ്റിലേക്ക്, സൗദി അറേബ്യയുടെ ഏതാനും മക്കയോടടുത്ത നോർത്ത് ഈസ്റ്റിലേക്ക് യാത്ര ചെയ്യിപ്പിക്കുകയാണ്, മദീനയിലേക്ക്, സ്വന്തം വാപ്പ. അള്ളാഹു നമ്മെ വിജ്ഞാനം കൊണ്ട് അനുഗ്രഹിക്കുകയും വിജ്ഞാനം കൊണ്ട് അലങ്കരിക്കുകയും ചെയ്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ ഭരണം നടത്തുന്ന കാലം. അന്ന് മദീനയിൽ ഒരു ജഡ്ജുണ്ട്. മദീനയിലെ ജഡ്ജ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് മദീനയിലെ ജഡ്ജ്. മദീനയിലെ ജഡ്ജായ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അന്ന് അമീറുൽ മുഅ്മിനീൻ അല്ല കേട്ടോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മദീനയിലെ ജഡ്ജാണ്, ന്യായാധിപനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരു വർഷം മദീനയിൽ കേസ് നടത്തുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഒരു വർഷം
ഒരു വർഷം കേസ് നടത്തിയപ്പോ ഒരു കേസ് പോലും ബഹുമാനപ്പെട്ടവരുടെ മുമ്പിലേക്ക് വന്നില്ല, ഒന്നുപോലും വന്നില്ല. മറ്റേതന്നെ സുഖം തോന്നുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയത് 2 വർഷമാണ്. 2 വർഷമാണ് ഭരണം നടത്തിയത്. അന്ന് അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കൂല. സിദ്ദീഖ് എന്നവരെ അമീറുൽ മുഅ്മിനീൻ എന്ന് അഭിസംബോധന ചെയ്തിട്ടില്ല. അവരെ വിളിക്കുക യാ ഖലീഫത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയെ. ഉമർ തങ്ങളുടെ കാലം മുതലാണ് അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോ സിദ്ദീഖ് എന്നവർ നിയോഗിച്ചിരിക്കുകയാണ്, സിദ്ദീഖ് എന്നവർ ഖലീഫയാണ്. പക്ഷേ മദീനയിൽ ഒരു ജഡ്ജ് വേണം. ആ ജഡ്ജാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 1 വർഷം കഴിഞ്ഞു. ബഹുമാനപ്പെട്ട സിദ്ദീഖ് എന്നവരുടെ അരികത്ത് വന്ന് പറഞ്ഞു, യാ ഖലീഫത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയായവരെ, ഫിനി മിനൽ ഖളാ, ജഡ്ജ് എന്ന പദവിയിൽ നിന്ന് ഞാൻ രാജിവെക്കുകയാണ്. എന്നെ ഒന്ന് ഒഴിവാക്കി തന്നേക്കണം, ഞാൻ ജഡ്ജാവണില്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അമിൻ മശഖത്തിൽ ഖളാഇ തത്ലുബുൽ ഇഅഫാഅ യാ ഉമർ, ഉമറേ, വിധി പറയുക എന്ന, ന്യായാധിപനാവുക എന്ന ജോലി പ്രയാസകരമായതുകൊണ്ടാണോ 1 വർഷം നിങ്ങൾ ജോലി ചെയ്തിട്ട് എന്നെ ഒഴിവാക്കണമെന്ന് പറയുന്നത്? പ്രയാസം കൊണ്ട് പറയാണോ? ഉസ്താദ് നാട്ടിൽ നിന്ന് പോവാണെന്ന് പറയാൻ ചോദിക്കൂലേ കമ്മിറ്റിക്കാരെ, എന്തെങ്കിലും പ്രയാസമുണ്ടോ, ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ, എന്തിനാണ് ഈ രാജിവെക്കുന്നത്? സ്വാഭാവികമാണ്. അമിൻ മശഖത്തിൽ ഖളാഇ തത്ലുബുൽ ഇഅഫാഅ യാ ഉമർ, ഉമറേ, നിങ്ങൾക്ക് ന്യായാധിപനായി ജോലി ചെയ്യാൻ പ്രയാസമുള്ളത് കൊണ്ടാണോ നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത്? അമീറുൽ മുഅ്മിനീൻ ഖലീഫത്തു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് ഉമർ തങ്ങളുടെ മറുപടി, അല്ല അമീറുൽ മുഅ്മിനീൻ, അല്ല ഖലീഫത്തു റസൂലില്ലാഹ്, എന്റെ പ്രശ്നം ജോലി ഭാരം കൊണ്ടല്ല. 1 വർഷം ഞാൻ ന്യായാധിപനായി ജോലി ചെയ്തതിന്റെ ശേഷം 365 ദിവസത്തിനിടക്ക് ഒരു മഖ്ലൂഖ് പോലും ഒരു പരാതിയുമായി എന്റെ മുമ്പിൽ വന്നിട്ടില്ല. ലം യഖ്തസിം ഇലയ്യ ഇസ്നാൻ, 2 ആളുകൾ പോലും ഒരു കേസുമായി എന്റെ മുമ്പിലേക്ക് വന്നിട്ടില്ല. പിന്നെ എന്തിനാണ് ഞാൻ വെറുതെ ജോലി ചെയ്യുന്നത്? എന്തിനാണ് ഞാൻ ജോലി ചെയ്യുന്നത്? ഒരു കേസ് പോലും വന്നിട്ടില്ല. നമ്മുടെ കുടുംബ കോടതിയിലൊക്കെ എത്ര കേസുകളാണ് നടക്കുന്നത്? ഒരു ദിവസം ഒന്ന് തൊലാക്ക് തരീൻ, ഒന്ന് തൊലാക്ക് തരീൻ, ഒന്ന് ഒഴിവാക്കി തരീൻ, ഒന്ന് ചെലവിന് തരീൻ, എനിക്ക് വേണ്ട, മതിയായി. അങ്ങോട്ടും ഇങ്ങോട്ടും ദുൽമ ചെയ്തുകൊണ്ടുള്ള കേസുകൾ എമ്പാടും നമ്മുടെ കുടുംബ കോടതിയിലൊക്കെ ഇഷ്ടം പോലെ നടക്കാൻ, ഇഷ്ടം പോലെ കേസുകൾ. അമീറുൽ മുഅ്മിനീൻ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു രാജിക്കത്ത് കൊടുത്തത്, തന്റെ ന്യായാധിപൻ എന്ന സ്ഥാനം വഹിക്കുമ്പോ ഒരു കേസ് പോലും തന്റെ മുമ്പിലേക്ക് വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. എന്തുകൊണ്ട്? അറഫ കുല്ലും മിൻഹും മാ ലഹു മിൻ ഹഖ്, ഓരോരുത്തർക്കും മനസ്സിലായി ഓരോരുത്തരുടെയും അവകാശം എന്താണ് എന്ന്. മാ ലഹു മിൻ ഹഖ്, ഓരോരുത്തരുടെയും അവകാശം എന്താണെന്ന് ഓരോരുത്തർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഫലം യത്ലുബ് അക്തറ മിൻ, തന്റെ അവകാശത്തെക്കാൾ കൂടുതൽ ആരും ചോദിച്ചില്ല. ഓരോരുത്തർക്കും അറിയാം മാ അലൈഹി മിൻ വാജിബ്, ഓരോരുത്തരുടെയും ബാധ്യതകൾ എന്താണെന്നറിയാം. അതുകൊണ്ട് തന്നെ ആ ബാധ്യത നിർവഹിക്കുന്നതിൽ ആരും വീഴ്ച വരുത്തുകയും ചെയ്തില്ല. വഹബ്ബ കുല്ലും മിൻഹും ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി, ഓരോരുത്തരും താനെന്ത് ഇഷ്ടപ്പെടുന്നുവോ അത് തന്റെ അയൽവാസിക്കും വരണമെന്ന് ആഗ്രഹിച്ചു. ഓരോരുത്തരും തനിക്കെന്ത് ഇഷ്ടമാണോ അതിന്റെ കൂടെയുള്ള ആളുകൾക്ക് വരണം എന്ന് ഇഷ്ടപ്പെട്ടു. ആരെങ്കിലും രോഗിയായാൽ അവരെ പോയി അന്വേഷിക്കുന്നു, ആരെങ്കിലും കാണാതെയായാൽ അവർക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്നു,
ആരെങ്കിലും വയ്യാതെയായാൽ അവരെ പോയി ശുശ്രൂഷിക്കുന്നു. എന്തെങ്കിലും ആവശ്യം വരുമ്പോ എല്ലാവരും കൂടി അവരെ സഹായിക്കുന്നു. ആർക്കെങ്കിലും വീട്ടിൽ മരണം സംഭവിച്ചാൽ അവർ പോയി അനുശോചനം അറിയിക്കുന്നു. അവരുടെ സ്വഭാവം നന്മ കൊണ്ട് കൽപ്പിക്കലാണ്, തിന്മ വിരോധിക്കലാണ്. ഇങ്ങനത്തെ ഒരു സമൂഹം എങ്ങനെയാണ് തർക്കിക്കുന്നത്? അമീറുൽ മുഅ്മിനീൻ, അവരിൽ തർക്കമില്ല. പിന്നെ എന്തിന് ഞാൻ ഖാദിയായി ജോലി ചെയ്യണം? തർക്കമില്ലല്ലോ, പ്രശ്നങ്ങളില്ലല്ലോ. ഇസ്ലാമിക സമൂഹത്തിന്റെ ഏറ്റവും മനോഹരമായ മാതൃകകളിലെ ഏറ്റവും അസുലഭ മുഹൂർത്തമാണ് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അനാവരണം ചെയ്യുന്നത്. തർക്കങ്ങളില്ലാത്തൊരു കാലം, ബുദ്ധിമുട്ടുകളില്ലാത്ത കാലം, ആരും ആരെയും ആക്രമിക്കാത്തൊരു കാലം. ആ അപേക്ഷ മാനിച്ചുകൊണ്ട് മദീനയിൽ പിന്നെ ഒരു ജഡ്ജിയെ ആവശ്യമായി വന്നിട്ടില്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലം. അല്ലാഹു തആല നന്മ നിറയുന്നൊരു സമൂഹത്തെ ഈ ഉമ്മത്തിന് അല്ലാഹു ദാനം ചെയ്യട്ടെ. നന്മയിൽ ജീവിക്കുന്നവർ, നന്മ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർ, സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവർ, അധർമ്മത്തിനെതിരെ പടപൊരുതുന്നവർ, കൂട്ടുകാർക്കും നാട്ടുകാർക്കും നന്മയല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാത്തവർ, കൂടപ്പിറപ്പുകളോട് കാരുണ്യം തോന്നുന്നവർ, പരസ്പരം ബന്ധുജനങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുന്നവർ, തന്റെ അവകാശത്തിൽ ഒന്നുപോലും ഒരൽപ്പം പോലും ഏറെ ചോദിക്കാത്തവർ, തന്റെ ബാധ്യതകളിൽ ഒരൽപ്പം പോലും വീഴ്ച വരുത്താത്തവർ, ആ ഒരു സമൂഹമാണ് കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ട ഏറ്റവും നല്ല സമൂഹമെന്ന് ഹബീബ് തങ്ങൾ പറഞ്ഞ സമൂഹത്തിന്റെ ചിത്രമതാണ്. അല്ലാഹു നമ്മയൊക്കെ ആ സ്വഭാവത്തിലേക്ക് മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെയാണെങ്കിൽ പിന്നെ എവിടെയാണ് തർക്കമുണ്ടാവുക? എവിടെയാണ് പിന്നെ തർക്കം? ചരിത്രത്തിന്റെ മറ്റൊരു മുഹൂർത്തത്തിലേക്ക് കടക്കുന്നു. ചരിത്രത്തിന്റെ നെറ്റിയിൽ ഒരുപാട് സ്നേഹത്തിന്റെ ചുംബനം ചാർത്തപ്പെട്ട ഒരു സംഭവം. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുമ്പോ ഹിജ്റയുടെ 19ാമത്തെ വർഷം റോമക്കാരുമായി ഒരു യുദ്ധം നടക്കുന്നു. റോം എന്ന് അറബിയിൽ പറയുമ്പോ മുതഅല്ലിമീങ്ങൾ എഴുതിക്കുന്നുണ്ട്, റോം എന്ന് പറയുമ്പോ തുർക്കിയാണെന്ന് ഉദ്ദേശം. റൂമിയ എന്ന് പറയുമ്പോഴാണ് ഇറ്റലിയുടെ ഭാഗമായ റോം എന്ന നഗരം ഉദ്ദേശിക്കുന്നത്. റോം എന്ന നഗരമാണെങ്കിൽ അതിന് റൂമിയ എന്ന് പറയും. റോം എന്ന് മാത്രം പറഞ്ഞാൽ അന്നുദ്ദേശം തുർക്കിയാണ്. കാരണം അവിടെയായിരുന്നു യൂറോപ്യന്മാർ ഭരണം നടത്തിയിരുന്നത്. റോം എന്ന വാക്കിന് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്താൽ അതിനർത്ഥം യൂറോപ്യൻ എന്നാണ്. റൂമിയെ യൂറോപ്യൻ, സുഹൈബ് റൂമിയെ യൂറോപ്യനായ സുഹൈബ് റളിയല്ലാഹു അൻഹു. നബിയുടെ സ്വഹാബികളിൽ വിവിധ കോണ്ടിനെന്റുകളിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. വിവിധ വൻകരകളിൽ നിന്ന് സ്വഹാബിമാർ ഹബീബിന്റെ കൂട്ടത്തിലുണ്ട്. അതിൽ യൂറോപ്യരുണ്ട്, ആഫ്രിക്കൻ വൻകരക്കാരുണ്ട്, ഏഷ്യക്കാരുണ്ട്. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് റോമക്കാരുമായി ഒരു യുദ്ധം നടക്കുമ്പോ ഹിജ്റയുടെ 19ാമത്തെ വർഷം. അന്ന് റോമൻ സീസറുണ്ട്, റോമൻ ഹിറക്കലുണ്ട്. അദ്ദേഹം തന്റെ സൈന്യത്തിന് ഉത്തരവ് കൊടുത്തു, മുസ്ലിമീങ്ങളിൽ ആദർശധീരതയുള്ള ഏതെങ്കിലും ഒരു മുസ്ലിമിനെ കിട്ടുകയാണെങ്കിൽ, ആദർശധീരതയുള്ള ഒരു മുസ്ലിമിനെ കാണുകയാണെങ്കിൽ നമുക്കവരെ വേണം, നമുക്കവരെ ആവശ്യമുണ്ട്. ക്രിസ്ത്യാനിസം ഒന്ന് ശക്തിപ്പെടുത്താൻ മുസ്ലിമീങ്ങളിലെ ധീരതയുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ കിട്ടിയാൽ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരണം. എന്തെങ്കിലും പ്രലോഭനങ്ങൾ ചെയ്ത് ആ മനുഷ്യനെ ക്രിസ്ത്യാനിയാക്കാൻ കഴിഞ്ഞാൽ ആ മനുഷ്യനിലൂടെ ക്രിസ്തീയ മതത്തിന്റെ നേട്ടമുണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ അത്തരക്കാൽ ഒരാളെ കൊണ്ടുവരണം. മുസ്ലിമീങ്ങളിൽ ചില ആളുകൾ ക്യാപ്റ്റീവുകളായി, യുദ്ധ തടവുകാരായി പിടിക്കപ്പെടുന്നു. അതിലൊരു സ്വഹാബിയുണ്ട്. ആ സ്വഹാബിയെ കൊണ്ടുവന്നു ഹിറഖിൽ രാജാവിന്റെ മുമ്പിലേക്ക്. ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ എന്താണ് സമ്മാനമായി നൽകേണ്ടത്? നിങ്ങൾ ക്രിസ്ത്യാനിയായി കുരിശ് ധരിച്ച് ഞങ്ങളോടൊപ്പം ചേരുകയാണെങ്കിൽ എന്തു തരണം? ഇസ്ലാമിക സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആദർശത്തിന് വേണ്ടി ജീവിച്ചു എന്നതാണ്. മനുഷ്യനാകുന്നത് എന്തിന് ജീവിക്കുന്നു എന്ന ആദർശബോധമുണ്ടാകുമ്പോഴാണ്. മനുഷ്യനിൽ മനുഷ്യത്വം ഉണ്ടാകുന്നത് നമ്മെ സൃഷ്ടിച്ചത് ഏകനായ ഒരുത്തനാണ്, അള്ളാഹുവാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ്.
മഹാനായ സ്വഹാബിയോട്, നിങ്ങൾ എന്റെ മതത്തിലേക്ക് വരികയാണെങ്കിൽ എന്റെ രാജാധികാരം നിങ്ങൾക്ക് ഞാൻ പകുത്തു നൽകാം എന്ന് ഓഫർ ചെയ്തു. അപ്പോഴാണ് രാജാവിനോട് സ്വഹാബിയുടെ മറുപടി, ഹൈഹാച്ച 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 ഹൈഹാച്ച് ഇന്നൽ മൗത ലഅഹബ്ബു ഇലയ്യ അൽഫ മറ മിമ്മാ തദ്ഊനനി ഇലൈഹി. നിങ്ങളെ വിളിക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടമായത് മരണമാണല്ലോ. ഞാൻ മരിക്കാനാണ് തയ്യാറ്. എന്തിനാ എനിക്ക്? എന്റെ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ലോകത്തിന്റെ സൃഷ്ടാവ് ഏകനായ, കണ്ണുകൾക്കതീതനായ, കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്ത എന്നാൽ കണ്ണുകളെ പടച്ചു തന്നവൻ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഒരേ ഒരുത്തനായ അള്ളാഹുവാണെന്നും ആ പ്രപഞ്ചനാഥൻ മനുഷ്യർക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന ജീവിത മാർഗം പറഞ്ഞു കൊടുക്കാൻ ആയിരക്കണക്കിന് ദൂതന്മാരെ പറഞ്ഞയച്ചതിൽ അന്ത്യദൂതരായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണെന്നും ഞാൻ അംഗീകരിക്കുന്നു. അത് വിട്ടു പോരാൻ രാജാധികാരമല്ല, നിങ്ങളുടെയോ അറബികളുടെയോ അനറബികളുടെയോ കയ്യിലുള്ള രാജാധികാരമോ വസ്തുക്കളോ മുഴുവൻ എന്റെ കയ്യിൽ തന്നാൽ പോലും ഞാനതിന് തയ്യാറല്ല. മഹാനായ ഈ സ്വഹാബി, ലൗ അഅതൈതനി ജമീഅ മാ തംലിക് മാ തംലികുൽ അറബ് വൽ അജം അലാ അൻ അർജിഅ അൻ ദീനി മുഹമ്മദിൻ മാ ഫഅൽത്. എന്റെ മതത്തിൽ നിന്ന് രാജിവെക്കുകയും നിങ്ങളുടെ ക്രിസ്ത്യാനിസത്തിലേക്ക് ഞാൻ വരികയും ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതിനു പകരം നിങ്ങൾ എന്ത് തന്നാൽ തന്നെയും ഞാൻ അതിന് ഒരുക്കമല്ല എന്ന് മഹാനായ ഈ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോഴാണ് രാജാവിന് തോന്നിയത്, ഇദ്ദേഹത്തെ വകയിലാക്കാൻ, വരുതിയിലാക്കാൻ ഇനി എന്താണ് മാർഗമുള്ളത്? മുസ്ലിം ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ ദൗർബല്യമായി കിടക്കുന്ന ആധുനിക ലോകത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണം വ്യഭിചാരമാണല്ലോ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ എന്ന 26 വയസ്സ് കഴിഞ്ഞ ചെറുപ്പക്കാരനോട് വ്യഭിചാരത്തിന്റെ തുരുപ്പ് ചീട്ട് കാട്ടി ആ മഹാനായ സ്വഹാബിയെ ക്രിസ്ത്യാനിസത്തിലേക്ക് ലഭിക്കുകയാണെങ്കിൽ അയാളെ ഉപയോഗിച്ചുകൊണ്ട്, സ്വഹാബിയെ ഉപയോഗിച്ച് ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്റെ മതത്തെ ശക്തിപ്പെടുത്തണമെന്ന് റോമ ഭരണാധികാരിയുടെ നിർദ്ദേശമായിരുന്നു. കാരണം മുസ്ലിമീങ്ങളുടെ ആദർശ ധീരതകളെ കുറിച്ച് അവർക്കറിയാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹ്മി ഇരിക്കുന്ന റൂമിലേക്ക് തന്നോടൊപ്പം എത്രയോ വേറെയും മുസ്ലിമീങ്ങൾ അവിടെ ബന്ദികളായി പിടിക്കപ്പെട്ടിട്ടുണ്ട്. മഹാനവറുകൾ ഇരിക്കുന്ന റൂമിലേക്ക് യൂറോപ്പുകാരിയായ, കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചെറുപ്പക്കാരി പെണ്ണിനെ ആ റൂമിലേക്ക് പറഞ്ഞയക്കുകയും നിന്റെ ദൗത്യം അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫയിലൂടെ വ്യഭിചാരം ചെയ്യണമെന്നതാണ്. ആ ദൗത്യ നിർവഹണത്തിന് യൂറോപ്പുകാരിയായ അതിസുന്ദരിയായ ഒരു പെണ്ണിനെ, ഒരു അഭിസാരികയെ പറഞ്ഞയക്കുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു അൻഹു ഒറ്റക്കൊരു റൂമിലാണ്, വാതിലടച്ചിരിക്കുന്നു. അല്ലാഹുമ്മ അൻത മലാദി അൻത ഔനി, അല്ലാഹുവേ നീയാണ് എനിക്ക് അഭയം, അല്ലാഹുവേ നീ എനിക്ക് കാവൽ നൽകണമേ. പിശാചെന്നോട് ദുർബോധനം ചെയ്യുന്നു റബ്ബേ, നീ എന്നെ കാക്കേണമേ. യൂസുഫ് അലൈഹിസ്സലാമിനെ നീ കാത്ത പോലെ വിവാഹിതനായിട്ടില്ലാത്ത ആരോഗ്യമുള്ള ചുറുചുറുക്കുള്ള സമയത്ത് നല്ല സുമുഖനായ സ്വഹാബി 26 വയസ്സിന്റെ യൗവനത്തിൽ കഴിയുമ്പോഴാണ് കണ്ണുകൾ ചെമ്മുകയും ഈ പെണ്ണ് വരുന്നിടത്തെല്ലാം റൂമിന്റെ മൂലയിൽ നിന്ന് മൂലയിലേക്ക് തലതാഴ്ചക്കൊണ്ട് അല്ലാഹുവേ എന്നെ രക്ഷപ്പെടുത്തേണമേ, ഒരു തിന്മയിൽ ചെന്ന് പതിക്കാതെ എന്നെ കാക്കേണമേ എന്ന് നിലവിളിച്ച് കരയുകയും അല്ലാഹുവിനെയും പരലോകത്തെയും ഓർത്ത് ആ പെണ്ണിലേക്ക് നോക്കുക പോലും ചെയ്യാതിരുന്നപ്പോഴാണ് വാതിലുക്കൽ തുരുതുര ആ പെണ്ണ് മുട്ടുന്നത്. ആളുകൾ തുറന്നു കൊടുത്തു. അന്നത്തെ പാപ്പരാശികൾ, അന്നത്തെ ഫിത്നയുടെ അംബാസഡർമാർ വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനും ആക്ഷേപിക്കാനും മുസ്ലിമായൊരു യുവാവിന്റെ വിശ്വാസം ഒരു പെണ്ണിന്റെ മുമ്പിൽ അടിയറ വെച്ചു എന്ന് മലോകരെ പറഞ്ഞറിയിക്കാനും മുസ്ലിമീങ്ങളെ അപമാനിക്കുവാനും ആ നാട്ടുകാരായ ആളുകൾ വാതിൽക്കൽ സുസജ്ജമായി നിൽക്കുകയാണ്. ചോദിച്ചു എന്തു പറ്റിയെന്ന്. ആ പെണ്ണ് പറയുന്നു,
ഞാനൊരു ആണാണോ പെണ്ണാണോ എന്ന് പോലും എനിക്കറിയില്ല. അദ്ഖൽതുമൂനി അലാ റജുലിൻ അം അലാ ഹജർ. ഞാനൊരു ആണോ പെണ്ണോ എന്നെനിക്കറിയില്ല. എന്റെ ശരീര സൗന്ദര്യവും വശ്യതയും മുഴുവൻ ഞാൻ പ്രകടിപ്പിച്ചിട്ട് പോലും ആ മനുഷ്യൻ എന്നെ ഒന്ന് നോക്കിയിട്ട് പോലുമില്ല. നിങ്ങൾ എന്നെ കൊണ്ടാക്കിയത് ഒരു മനുഷ്യന്റെ മുമ്പിലേക്കോ അതല്ല ഒരു പാറക്കല്ലിന്റെ മുമ്പിലേക്കോ. ആ മനുഷ്യന് വികാരമില്ല, ആ മനുഷ്യന് പെണ്ണുങ്ങളിൽ അഭിലാഷമില്ല, ആ മനുഷ്യനിൽ വൈകാരിക ത്വരകളില്ല. അപ്പോഴാണ് ഹിറഖിൽ രാജാവ് പറഞ്ഞത്, ഈ മനുഷ്യനെ ഇനി പ്രകോപനത്തിന്റെ മാർഗത്തിലൂടെ സ്വീകരിക്കാം. പറഞ്ഞു, ഇല്ലം തതനസ്വർ, നിങ്ങൾ ക്രിസ്ത്യാനിയായില്ലെങ്കിൽ സത്തുസുലഭ്, നിങ്ങളെ കുരിശിൽ തറക്കാൻ പോകുന്നു. കുരിശിൽ തറച്ചു എന്ന് പറഞ്ഞാൽ കൈകാലുകൾ ബന്ദിയാക്കി ആ കൈയിലേക്കും കാലിലേക്കും തുരുതുര അമ്പെയ്യാനാ പറയുന്നത്. എന്നാൽ രാജാവ് പറഞ്ഞു, ഹുദാഫത്തു സഹ്മിയുടെ ദേഹത്ത് കൊള്ളരുത്, ശരീരത്തിൽ കൈകാലുകൾ കരികത്തേക്ക് നിങ്ങൾ അമ്പെയ്തുകൊണ്ടിരിക്കുക. അയാൾ പേടിച്ചെങ്കിലും മതം മാറിയാലോ എന്ന് വിചാരിച്ച് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫത്തു സഹ്മി എന്ന ചെറുപ്പക്കാരൻ, നമ്മൾ ആലോചിക്കണേ ചെറുപ്പക്കാരെ, പ്രലോഭനമായതിന്റെ ശേഷം മറ്റു മതങ്ങളിലേക്ക് ചേക്കേറുന്നത് വെറും വൈകാരികമായ ഭ്രാന്തിന് വേണ്ടി മാത്രം. അഭിനവ ലോകത്തെ ഈ സംഭവ വികാസങ്ങൾക്കിടയിലാണ് 26-കാരനായ ഹബീബിന്റെ സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫത്തു സഹ്മി എന്ന ചെറുപ്പക്കാരൻ യൂറോപ്പിൽ, അങ്ങ് തുർക്കി ഭരിക്കുന്ന യൂറോപ്യരാണ്. തുർക്കിയിൽ വെച്ച് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഹിജ്റയുടെ 19-ാമത്തെ വർഷം വളരെ മനോഹരമായ ഈമാനിന്റെ അതിശക്തമായ ഈമാനിക പ്രഭയുടെ തിളക്കത്തിന്റെ മാതൃക കാണിച്ച മഹാനായ സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു അവരുടെ ഈമാനിന്റെ 100-ൽ 1 നമ്മുടെ ഖൽബുകളിൽ, ഈ ഉമ്മത്തിന്റെ ഖൽബുകളിൽ കെടാതെ അള്ളാഹു സൂക്ഷിക്കുകയാണെങ്കിൽ അതെത്ര സൗഭാഗ്യമാണ്. കൈകാലുകളിലേക്ക് അമ്പെയ്യാൻ വേണ്ടി പറഞ്ഞു. യാതൊരു പേടിയില്ല എന്ന് കണ്ടപ്പോ താഴെ ഇറക്കാൻ വേണ്ടി പറഞ്ഞു. താഴിറക്കിയിട്ട് ബഹുമാനപ്പെട്ടവരുടെ കൺമുമ്പിൽ വെച്ച് അദ്ദേഹം ചെയ്തത് ലോകത്തൊട്ടു വളരെ ഭരണാധികാരികൾ ചെയ്ത പോലെ ഒരു വലിയ കലം കൊണ്ടുവന്നു, ഒരു ചെമ്പ് നിറയെ എണ്ണയൊഴിച്ചു. ഒരു മനുഷ്യന് മുങ്ങിക്കുളിക്കാൻ മാത്രം ആഴമുള്ള ഒരു ചെമ്പ്. ഇത് ലോകത്തെ തുല്യതയില്ലാത്ത ക്രൂരതയാണ്. മുസ്ലിമീങ്ങളോട് ആദർശത്തിന്റെ പേരിൽ മുസ്ലിമീങ്ങൾ എന്നും ബലിയാടുകളായിട്ടുണ്ട്. ആദർശ ധീരത പ്രകടിപ്പിച്ചതിന്റെ പേരിൽ മുസ്ലിമീങ്ങളോട് ക്രൂരതകൾ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ എന്ന ഒരു ചെറുപ്പക്കാരനെ തന്റെ ഭാഗത്തേക്ക് കിട്ടാൻ വേണ്ടിയാണ് ഒരു ചെമ്പ് നിറയെ എണ്ണ ഒഴിച്ച് അത് തിളച്ചു മറിഞ്ഞപ്പോ മുസ്ലിമീങ്ങളിൽ ബന്ദികളാക്കിപ്പെട്ട 2 ചെറുപ്പക്കാരെ, 2 സ്വഹാബികളെ കൊണ്ടുവരികയും ആ സ്വഹാബിമാരോട് ഇവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു, അബ്ദുല്ലാ, നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് വിട്ടുപിരിയുകയും ക്രിസ്ത്യാനിസത്തിലേക്ക് വരികയും ചെയ്തില്ലെങ്കിൽ ഇതാ ഇവരെ ചെയ്യുന്ന പോലെ നിങ്ങളെയും ഞാൻ കൊന്നുകളയും. ചെയ്തത് മറ്റൊന്നുമല്ല, തിളച്ചു മറിയുന്ന വെളിച്ചെണ്ണയിലേക്ക്, നമുക്കത് ഓർക്കാൻ പോലും പ്രയാസം, തിളച്ചു മറിയുന്ന വെളിച്ചെണ്ണയിലേക്ക് റോമാ സീസറിന്റെ കാപാലികന്മാർ കൈകാലുകൾ വരിഞ്ഞു മുറുക്കി 2 സ്വഹാബിമാരെയാണ് ജീവനോടെ തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇട്ടത്. ഏതാനും മിനിറ്റുകളെ വേണ്ടി വന്നുള്ളൂ. ഒന്ന് വാവിട്ട് കരയാൻ പോലും കഴിയാതെ ആ വെളിച്ചെണ്ണയിൽ മുങ്ങി എല്ലുകൾ മാത്രമായി ആ മഹാന്മാരായ സ്വഹാബിമാരുടെ എല്ലുകൾ മേലോട്ട് പൊങ്ങി വരുന്നു. 2 സ്വഹാബിമാർ. അല്ലാഹു അവർക്ക് ഷഹാദത്തിന്റെ ഏറ്റവും മഹിതമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ മുമ്പിലാ പറഞ്ഞത്, അബ്ദുല്ലാ, ഇതുപോലെ നിങ്ങളെയും ഞാൻ ശിക്ഷിക്കാൻ പോവുകയാണ്. കൈപിടിച്ചു കൊണ്ടുപോകുമ്പോ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫത്തു സഹ്മിയുടെ കണ്ണുകളിൽ കണ്ണുനീർ കാണുന്നു. കണ്ണുനീർ കണ്ടപ്പോ അവരെ വിചാരിച്ചു മനം മാറ്റമുണ്ടായെന്ന്. കൈസർ, അവിടുത്തെ സീസർ രാജാവിന്റെ ആളുകൾ ചോദിച്ചു, മനം മാറ്റമുണ്ടോ? രാജാവിനോട് പറയണോ നിങ്ങൾ ക്രിസ്ത്യാനിയാവുന്നു എന്ന്? പറഞ്ഞു, അല്ല അല്ല, ഒരിക്കലുമല്ല. ഞാൻ കരയാൻ പോകുന്നത് അള്ളാഹുവിന് വേണ്ടി ഒരു ശരീരമല്ലേ എനിക്ക് സമർപ്പിക്കാനുള്ളൂ. എന്റെ ഒരു ശരീരമല്ലേ ഈ തിളച്ചുമറിയുന്ന എണ്ണയിലേക്ക് നിങ്ങൾക്ക് എടുത്തെറിയാൻ കഴിയൂ. ഒന്നല്ലേ എന്റെ കയ്യിലുള്ളൂ.
ഞാൻ കൊതിച്ചു പോവുകയാണ്. വദിച്ചു ലൗകാനലി അദദ ശഅരി ജിസ്മ, എന്റെ ശരീരത്തിലെ രോമങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് എനിക്ക് ശരീരമുണ്ടായിരുന്നുവെങ്കിൽ ആ ശരീരങ്ങളിൽ ഓരോന്നോരോന്ന് അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാൻ ഈ തിച്ചൂളയിലേക്ക് തിളച്ചു പറയുന്ന എണ്ണയിലേക്ക് എന്റെ രോമങ്ങളുടെ എണ്ണങ്ങൾക്കനുസരിച്ച് ശരീരങ്ങൾ 1000 എനിക്ക് മിനിമം ഉണ്ടായിരുന്നുവെങ്കിൽ അത് മുഴുവൻ എനിക്ക് നൽകാമായിരുന്നല്ലോ. പടച്ചവനെ, എന്റെ ഒരു ശരീരം കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് തരാൻ എന്റെ കയ്യിലില്ലല്ലോ. ആ ഒരു സങ്കടം കൊണ്ടാണ് ഞാൻ കരയുന്നത്. കൈസർ രാജാവ് മൂക്കത്ത് വിരൽ വെച്ചു പോയി. ഇങ്ങനെയുമുണ്ടോ ഒരു സമൂഹം? ആദർശത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു സമൂഹം, ഇത്രയും ബലിഷ്ഠമായ, ഇത്രയും സുസജ്ജമായ, ഇത്രയും അടിയുറച്ച വിശ്വാസമുള്ള ഒരു സമൂഹം മുസ്ലിമീങ്ങളല്ലാതെ ലോക ചരിത്രത്തിന് കാണാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാത്തവരൊക്കെ പ്രലോഭനങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രകോപനങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കിയിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫത്ത് സഹ്മിയെ ഒരു നിലക്കും തടയാനോ തകർക്കാനോ വിശ്വാസം ചോർത്തിയെടുക്കാനോ കഴിയില്ലെന്ന് കണ്ടപ്പോഴാണ് നീചമായ അവസാനത്തെ ഒരടവ് കൂടെ കൈസർ രാജാവ്, സീസർ രാജാവ് പയച്ചു നോക്കുന്നത്. മറ്റൊന്നുമല്ല, 3 ദിവസം ഒരു റൂമിൽ അടച്ചുപൂട്ടുന്നു. ആ റൂമിനുള്ളിൽ മലമൂത്ര വിസർജനത്തിനൊരു ഭാഗമുണ്ട്. ഭക്ഷണമായി ഒന്നും കൊടുക്കാതെ ഒരു കുപ്പി കള്ളും അതുപോലെ തന്നെ പന്നിമാംസം, ഒരു പ്ലേറ്റ് ഭക്ഷണമായി പന്നിമാംസവും മദ്യവും ആ റൂമിൽ ആക്കിക്കൊടുത്ത് മഹാനായ സ്വഹാബിയെ 3 ദിവസമാണ് പൂട്ടിയിട്ടത്. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിന് മരണം വരുമോ എന്ന് പോലും അവർ പേടിച്ചു. 3 ദിവസമായിട്ടും ആ മദ്യമൊന്ന് തൊടാനോ പോർക്ക് പന്നിമാംസം ഒന്ന് കഴിക്കാനോ മഹാനായ സ്വഹാബി തയ്യാറാവാതെ കഴുത്തുപോലും ഒടിഞ്ഞു കിടന്ന് മരണം വരിക്കാറായി, തളർന്ന് ദാഹിച്ച് വിശന്ന് 3-ാമത്തെ ദിവസം മഹാനായ സ്വഹാബിയെ ആ റൂമിൽ നിന്ന് പുറത്ത് കടത്തുമ്പോൾ കൈസർ ചോദിച്ചു, അബ്ദുല്ലാഹ്, നിങ്ങൾ എന്തുകൊണ്ടാണ് പന്നിമാംസവും ആ മദ്യവും കഴിക്കാതിരുന്നത്? മഹാനവറുകൾ പറഞ്ഞു, ഗത്യന്തരമില്ലെങ്കിൽ, ഒരു മുസ്ലിമായ മനുഷ്യൻ ഗത്യന്തരമില്ലെങ്കിൽ, മരണം വരിക്കുകയാണെങ്കിൽ ജീവൻ നിലനിർത്താൻ വേണ്ടി മദ്യമോ അതുപോലെ തന്നെ പന്നിമാംസമോ ജീവൻ നിലനിർത്താൻ മാത്രം അനുവദനീയമാണ് എന്ന മസല എനിക്കറിയാം, എനിക്കത് ബോധ്യമുണ്ട്. എന്നാൽ തന്നെയും ഞാൻ ആ മദ്യവും പന്നിമാംസവും കഴിക്കുമ്പോൾ അത് കണ്ടിട്ട് മുസ്ലിമീങ്ങളെ കളിയാക്കാൻ, മുസ്ലിം ഉമ്മത്തിനെ പരിഹസിക്കാൻ ഞാനായിട്ടൊരവസരം നിങ്ങൾക്ക് നൽകുകയില്ല എന്ന് തീരുമാനിച്ചു. മരണമാണെങ്കിൽ മരണം. പക്ഷേ അല്ലാഹുവിനോട് ഞാൻ ദുആ ചെയ്തു, റബ്ബേ ലാ തുശ്മിത് ബിയൽ അദാ, നിന്റെ മതം സമ്പൂർണമാണ്, നിന്റെ ആദർശം ആകാശലോകത്ത് നിന്ന് സത്യസന്ധനായ പ്രവാചകനിലൂടെ ലോകത്തിന് കൈമാറുകയും ലോകാവസാനം വരെ ഇവിടെ നിലനിൽക്കുകയും നിന്ന് നീ ആഗ്രഹിച്ച മതമാണല്ലോ റബ്ബേ. ആ മതവിശ്വാസിയായി ജീവിക്കുമ്പോ എന്റെ ആദർശം കളഞ്ഞുകുളിച്ചു എന്ന്, ഇസ്ലാം കളഞ്ഞുകുളിച്ചു എന്ന് ശത്രുക്കൾ ഒരിക്കലും കാണരുത്, ഒരിക്കലും അറിയരുത്, ഒരിക്കലും ചിന്തിക്കരുത്. അതിനവസരം കൊടുക്കാതിരിക്കാനാണ് എനിക്ക് പന്നിമാംസവും മദ്യവും ഹലാലായ ഒരവസരത്തിൽ പോലും ഞാനത് തൊടാതിരുന്നത് എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫത്തു സഹ്മി ചരിത്രത്തിലെ അതുല്യ മാതൃകയാണ്. ഒരിക്കലും കാണാൻ പ്രയാസമുള്ള, ചരിത്രത്തിൽ വളരെ അല്പം മാത്രം തുല്യമായ സംഭവങ്ങളുള്ള, സമാനതകളില്ല എന്ന് തന്നെ പറയാൻ പറ്റുന്ന സംഭവമാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു. ആധുനിക ചെറുപ്പക്കാരൻ ഒരു കൂശലുമില്ലാതെ കള്ളു വാങ്ങി മടിയിൽ വെച്ച് പോരുമ്പോ, ആളുകൾ കാണുകയും കാണാതെയും അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ ഹലാലാണോ അല്ലേ എന്ന് പോലും നോക്കാതെ വാരി വിഴുങ്ങുന്ന സമയത്ത് ആധുനിക മുസ്ലിമിന്റെ മുമ്പിലാണ് തീജ്വാല പോലെ ജ്വലിക്കുന്ന മാതൃകയായി മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകളുടെ ആദർശ ധീരത കണ്ടപ്പോ അവരെ കൊല്ലാൻ തോന്നിയില്ല കൈസർ രാജാവിന്. അത് അല്ലാഹുവിന്റെ തീരുമാനമായിരുന്നു. അവസാനം പറഞ്ഞു, അബ്ദുല്ല, നിങ്ങളെ ഞാൻ വെറുതെ വിടാം, എന്റെ നെറ്റ് നിങ്ങൾ ചുംബിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടാം. അബ്ദുല്ല റളിയല്ലാഹുവിന്റെ മനസ്സിൽ ഒരു കാര്യം പ്ലാൻ ചെയ്തു. ഒരു ശത്രുവിന്റെ നെറ്റ് ചുംബിക്കുന്നത് എന്തിന്? എന്റെ ജീവൻ രക്ഷിക്കാനോ? വേണ്ട.
ചോദിച്ചു, ഞാൻ നിങ്ങളുടെ നെറ്റി ചുംബിക്കുകയാണെങ്കിൽ എന്റെ കൂടെയുള്ള മുസ്ലിമീങ്ങളിൽ ബന്ദികളാക്കപ്പെട്ട 100ഓളം ആളുകളെ നിങ്ങൾ മോചിപ്പിക്കുമോ? എങ്കിൽ ഞാനത് ചെയ്യാം. കീഴടങ്ങി, എനിക്ക് വഴങ്ങി എന്ന് അയാൾക്ക് തോന്നാനാണ് തന്റെ നെറ്റിയിൽ മുത്തം വെക്കണമെന്ന് പറഞ്ഞത്. അബ്ദുള്ള റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ്, റബ്ബേ, എന്റെ ഒരു ജീവന്റെ വിഷയമല്ല ഇത്. 100ഓളം സ്വഹാബിമാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു കാഫിറിന്റെ നെറ്റിയിൽ ചുംബിച്ചെങ്കിൽ എന്താ? അങ്ങനെ മഹാനവറുകൾ കൈസറിന്റെ നെറ്റിയിൽ ചുംബിച്ചു. 100ഓളം സ്വഹാബിമാർ അവിടുന്ന് മോചിതരാകുന്നു. പോരുന്ന നേരത്ത് 30,000 ദീനാറും 300ഓളം അടിമകളും 300 അടിമ സ്ത്രീകളെയും സമ്മാനമായി കൊടുക്കുകയാണ് ഈ രാജാവ് ചെയ്തത്. ആദർശം പണയം വെക്കാതെ ജീവിച്ചപ്പോ 30,000 സ്വർണ്ണ നാണയം, 30,000 ദീനാർ, 30,000 ദീനാർ സ്വർണ്ണ നാണയവും 300 വസീഫിൻ 300 വസീഫ, നല്ല കാണാൻ ഭംഗിയുള്ള 300ഓളം അടിമകളെയും 300ഓളം അടിമ സ്ത്രീകളെയും ഇസ്ലാമിക ലോകത്തിന് വേണ്ടി സമ്മാനമായി കൊടുത്തു. ഈ ആദർശ ധീരത കണ്ടപ്പോ ഈ സംഭവം മഹാനായ അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ, ലോക പ്രശസ്തരായ ഇമാമുന ദഹബിയെ പോലെയുള്ള ഹിശാം തങ്ങളെ പോലെയുള്ള ചരിത്ര പണ്ഡിതന്മാർ ഈ സംഭവം രേഖപ്പെടുത്തുകയാണ്. മദീനയിലേക്ക് കടന്നു വരികയും ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ സംഭവം അറിഞ്ഞിട്ടുണ്ട്. മദീനയുടെ അതിർത്തികളിലേക്ക് വന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഹുദാഫ, നിങ്ങൾ ചെയ്ത ത്യാഗം വല്ലാത്തൊരു ത്യാഗമാണ്. 2 സ്വഹാബിമാർ നിങ്ങളുടെ കൺമുമ്പിൽ വെച്ചുകൊണ്ടാണ് തിളച്ചു പറയുന്ന എണ്ണയിൽ വീണ് ഷഹീദായത്. നിങ്ങളുടെ കൈകാലുകളിലേക്ക് അമ്പെറിഞ്ഞിട്ട് പോലും, പ്രലോഭനങ്ങൾ ചെയ്തിട്ട് പോലും, പ്രകോപനങ്ങൾ ഇളക്കി വിട്ടിട്ട് പോലും ആദർശം പണയം വെക്കാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഒരു ശഹ്വത്തിന് വേണ്ടിയും ശരീരത്തിന്റെ വികാരങ്ങൾക്ക് വേണ്ടിയോ സാമ്പത്തിക മോഹങ്ങൾക്ക് വേണ്ടിയോ ജീവനെ പേടിച്ചുകൊണ്ടോ ആദർശം പണയം വെക്കാതെ ആ രാജാവിന്റെ തല നിങ്ങൾ ചുംബിച്ചത് 100ഓളം സ്വഹാബിമാരെ രക്ഷപ്പെടുത്താനാണെങ്കിൽ ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ ഫിൽ മദീന, മദീനയിൽ ജീവിക്കുന്ന ഓരോ പുരുഷനും ഓരോ ആണും അയ്യുഖബ്ബില ജബ്ഹത ഹുദാഫ, അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ അബ്ദുല്ലാഹി ഹുദാഫയുടെ നെറ്റിയിൽ ഓരോ മദീനക്കാരനായ മുസ്ലിമും ചുംബിക്കണം എന്ന് പറഞ്ഞു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജാവിന് കൊടുത്ത ഒരു ചുംബനത്തിന് പകരം അബ്ദുല്ലാഹി ഹുദാഫയുടെ നെറ്റിയിൽ ചരിത്രത്തിന്റെ അതുല്യ മാതൃകയിൽ മദീനക്കാർ മുഴുവനും ഉമ്മവെച്ച സംഭവം വിശ്വാസത്തിന് വേണ്ടി ജീവിച്ചപ്പോഴാണ്. കാശിന്റെ വിഷയമുണ്ടാകുമ്പോ, പൈസ വരുന്ന വഴി കാണുമ്പോ ഹലാലോ ഹറാമോ നോക്കാതെ ജീവിക്കുന്നവർ ആർത്തിയോടുകൂടെ ഭക്ഷണത്തെ സമീപിക്കുമ്പോ അനുവദിക്കപ്പെട്ടതാണോ അല്ലയോ, പാനീയങ്ങൾ കാണുമ്പോ ആൽക്കഹോളിക്കാണോ അല്ലയോ എന്ന് പോലും നോക്കാതെ, ഹലാലാണോ ഹറാമാണോ തന്റെ വരുമാനങ്ങളെന്ന് നോക്കാതെ വ്യഭിചാരത്തിന്റെ സാധ്യതകളിലേക്ക് എത്തുമ്പോ, സോഷ്യൽ മീഡിയകളിലൂടെ വ്യഭിചാരത്തിന്റെ ചർച്ചകൾ തനിക്ക് കാണുകയോ കേൾക്കുകയോ സംസാരിക്കുകയോ പോലും അനുവദിക്കപ്പെടാത്ത ആളുകളുമായി അള്ളാഹു അനുവദിക്കാത്ത അവിഹിത ബന്ധങ്ങൾ വെച്ച് പുലർത്തുന്ന ആധുനിക സമൂഹത്തിന്റെ മുമ്പിൽ തിളക്കമാർന്ന മാതൃകയാണ് ചരിത്രത്തിന്റെ അതുല്യ പ്രതിഭയായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തുസ് സഹ്മി റളിയല്ലാഹു അൻഹു. അള്ളാഹു നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും അവനിലേക്ക് അടുക്കാനും ത്യാഗം ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖലീഫയായിരുന്ന യസീദ് ഇബ്നു അബ്ദുൽ മലിക്, അദ്ദേഹത്തിന്റെ ഭരണാധികാരിയും ഗവർണറുമായിരുന്നു ഇബ്നു ഹുബൈറ. ഇറാഖൈനികൾ, വാലിൽ ഇറാഖൈൻ, 2 ഇറാഖിന്റെ ഉടമസ്ഥൻ, 2 ഇറാഖിന്റെ ഗവർണർ എന്നറിയപ്പെടുന്ന 2 ഇറാഖ് എന്ന് പറയുന്നത് മുതഅല്ലിമീങ്ങൾക്ക് അറിയാം, അത് കൂഫയും ബസ്റയുമാണ്. അന്ന് കൂഫയും ബസ്റയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇറാഖൈൻ, 2 ഇറാഖുകൾ എന്ന് പറയാറുള്ളത്. ആ 2 ഇറാഖുകളും ഭരിച്ച ഇബ്നു ഹുബൈറയുടെ കാലത്തെ മറ്റൊരു സംഭവമാണ് ചരിത്രത്തിലെ മറ്റൊരു മുഹൂർത്തമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ മുമ്പ് നമുക്കൊന്ന് എഴുന്നേറ്റൊന്ന് സ്വലാത്ത് ചൊല്ലി ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് എഴുന്നേൽക്കാൻ പറ്റുന്നവരൊക്കെ എഴുന്നേൽക്കുക. സ്വല്ലു അലൻ നബിയ്യ മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ
وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. കയ്യും കാലൊക്കെ ഒന്ന് കുടയേണ്ടവർ കുടഞ്ഞോളൂ, ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കാനേ. കൈയൊക്കെ ഒന്ന് പൊന്തിച്ചു നോക്കി, പൊന്തലുണ്ടാ ഒരു ചെറിയൊരു ഉന്മേഷമൊക്കെ ഉണ്ടാവാനും ഒരു അൽഹംദുലില്ലാഹ്. കുറെ നേരം ഇരിക്കുമ്പോ ചെറിയൊരു മടുപ്പ് വരും, അപ്പൊ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആവുക. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. സമയം 1.25 മണിക്കൂർ കഴിഞ്ഞു നമ്മൾ തുടങ്ങിയിട്ട്. വളരെ ഫാസ്റ്റാണ് സമയം, വളരെ വേഗത്തിൽ കടന്നു പോവാണ്. ഇൻഷാ അല്ലാഹ് ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഗ്യാപ്പിൽ ഒന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത് നല്ലതാണെന്നാണ്. പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്ത് തീർന്നല്ലേ, നല്ല തണുപ്പുള്ള നല്ല കാലാവസ്ഥയായി. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ചരിത്രത്തിന്റെ അതുല്യ മാതൃകകളിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇബ്നു ഹുബൈറ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി തന്നോട് തന്റെ മേലധികാരിയായ ഖലീഫയായ യസീദ് ഇബ്നു അബ്ദുൽ മലിക് ഓരോരോ ഗ്രന്ഥങ്ങൾ, കിതാബുകൾ ഇറാഖിലേക്ക് കൊടുത്തുവിടും. എന്നിട്ട് പറയും, ഇബ്നു ഹുബൈറ, ഈ കിതാബിൽ എന്താണോ ഉള്ളത് അത് പറഞ്ഞു കൊടുത്താൽ മതി. ആ കിതാബുകളിൽ ശിആ ആശയങ്ങൾ ഉണ്ടാവാറുണ്ട്, ഇസ്ലാമിന്റെ അഖീദയോട് വിരുദ്ധമായ മുഅ്തസിലി ആശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇബ്നു ഹുബൈറ സംഗതി നിജസ്ഥിതി അറിയാൻ വേണ്ടി പ്രഗത്ഭരായ 2 പണ്ഡിതന്മാരെ സദസ്സിലേക്ക് വിളിക്കുന്നു, വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ലോക പ്രശസ്തനായ ഇമാമുന ശഅബി റളിയല്ലാഹു അൻഹുവിനെ, ആമിറു ശഅബി എന്നറിയപ്പെടുന്ന മഹാനായ ശഅബി ഇമാം വരുന്നു. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു വരുന്നു. 2 പ്രഗത്ഭന്മാരായ ഇമാമുമാർ 2 പേരെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ കാണുന്ന കിതാബ് യസീദ് ഇബ്നു അബ്ദുൽ മലിക് ഞങ്ങൾക്ക് അയച്ചു തരികയും ഇത് നിങ്ങൾ നടപ്പാക്കണമെന്ന് പറയുകയും ചെയ്യുന്ന ഈ ഗ്രന്ഥം ശരിയാണോ അല്ലയോ? ഇതാണ് ചോദിക്കുന്നത്. ഇമാമുന ശഅബി തങ്ങൾ മോശക്കാരനാണെന്നോ അദ്ദേഹം സ്ഥാനം താഴെയാണെന്നോ അല്ല നമ്മൾ പറയുന്നത്. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ കാഴ്ചപ്പാടുകൾ അതിലും മനോഹരമാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു സംഭവം. ആദ്യമായി ചോദിച്ചു, മഹാനായ ഇമാം ആമിറു ശഅബിയോട് ചോദിച്ചു, നിങ്ങൾ എന്ത് പറയുന്നു? ആമിറു ശഅബി എന്നവർ ഇബ്നു ഹുബൈറാക്ക് ദേഷ്യം വരണ്ട എന്ന് വിചാരിച്ച്, അദ്ദേഹം ഗവർണറാണല്ലോ, ഗവർണറാണെങ്കിലോ ഖലീഫ എന്ത് നിർദ്ദേശിക്കുന്നു അത് ചെയ്യാൻ കടപ്പെട്ട ആളാണ്. അതിനെതിര് ചെയ്താൽ ജീവൻ വരെ നഷ്ടപ്പെട്ടു പോയേക്കും. അതുകൊണ്ട് ഇബ്നു ഹുബൈറയോട് വളരെ സൗമ്യനായി ആ ആശയങ്ങൾ നിങ്ങളുടെ ഖലീഫയായ ആള് പറയുകയാണെങ്കിൽ ചെയ്തോളൂ എന്ന ഒരു അലംഭാവത്തോടുകൂടെയുള്ളൊരു മറുപടി കൊടുത്തു. എന്നാൽ ഹസനുൽ ബസ്രിയെ വിളിച്ചു, നിങ്ങൾ എന്താണ് പറയുന്നത്? ഹസനുൽ ബസ്രി പറഞ്ഞു, ഇബ്നു ഹുബൈറ, നിങ്ങൾ ഓർക്കേണമേ, ഇത്തഖില്ലാഹ ഫീ യസീദ് വലാ തഖഫ് യസീദ ഫില്ലാഹ്. നിങ്ങൾ അള്ളാഹുവിന്റെ വിഷയത്തിൽ യസീദിനെ പേടിക്കണം, അള്ളാഹുവിന്റെ വിഷയത്തിൽ യസീദിനെ സൂക്ഷിച്ചോളൂ. നിങ്ങൾ യസീദിന് വേണ്ടിയല്ല ജീവിക്കേണ്ടത്. യസീദിനെയും നിങ്ങളെയും കോടതിയിൽ കൊണ്ടുവരുന്നവൻ അള്ളാഹുവാണ്. യസീദിനെ തൃപ്തിപ്പെടുത്തുകയും അള്ളാഹുവിനെ കോപിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇബ്നു ഹുബൈറ, നിങ്ങൾ പോയി കിടക്കുന്ന ഖബർ പോലും നിങ്ങൾക്ക് അസ്വസ്ഥമുള്ളതാകും. ഇബ്നു ഹുബൈറ, അറിയണമേ, നിങ്ങൾ ജീവിക്കുന്നത് യസീദിന് വേണ്ടിയാണോ? യസീദാണോ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്? അതല്ല, അള്ളാഹുവാണോ? ഇന്നക ഇൻ തകും മഅല്ലാഹ് വഫീ തഅതിഹി യക്ഫിക ബാഇഖത യസീദ്. അള്ളാഹുവിന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ യസീദിന്റെ ഉപദ്രവങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തടഞ്ഞു തരും. പറഞ്ഞു കൊടുത്തു, നിങ്ങൾ യസീദിന്റെ കൂടെയാണ്, അള്ളാഹുവിനെ എതിര് ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു പിന്മാറുകയും നിങ്ങളുടെ വിഷയം യസീദിനെ ഏൽപ്പിക്കുകയും ചെയ്യും. എന്ത് വേണം എന്ന് ചോദിച്ചപ്പോഴാണ് ഇബ്നു ഹുബൈറ പൊട്ടിക്കരഞ്ഞുപോയി. അങ്ങനെ ഒരു സാരോപദേശം അന്ന് പണ്ഡിതന്മാർ കൊടുക്കാൻ ധൈര്യപ്പെടാത്ത കാലമാണത്. പണ്ഡിതന്മാർ അങ്ങനെ തുറന്നു പറയുന്നത് അന്ന് പേടിയായിരുന്നു. കാരണം അന്നത്തെ രാജാക്കന്മാർ നിരപരാധികളെ പോലും കൊല ചെയ്യുന്ന ആളുകളാണ്. ഇബ്നു ഹുബൈറയുടെ മുമ്പിൽ അള്ളാഹുവിനെ പേടിക്കണേ എന്ന്
ധീരമായി പറഞ്ഞുകൊടുത്ത ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനെ എന്തെന്നില്ലാത്ത മതിപ്പ് തോന്നുകയാണ് ഇബ്നു ഹുബൈറാക്ക്. നമ്മൾ ആലോചിക്കണം, മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ. ആരെങ്കിലും അല്ലാഹുവിനെ പേടിക്കുകയാണെങ്കിൽ എല്ലാ ആളുകളും അവരെ പേടിക്കും, അവരെ ഭയപ്പെടും. മുൻഗാമികളായ ആലിമീങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. ചില ആലിമീങ്ങളെ കണ്ടാൽ തന്നെ പേടിയാണ്. ചില ആലിമീങ്ങളെ കണ്ടാൽ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു വഖദ്ദസല്ലാഹു സിർറഹു, മഹാനവറുകളുടെ നാട്ടുകാരനായിരുന്ന ഒരു ഹൈന്ദവ സഹോദരൻ, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഒരു ഗവൺമെന്റ് ഓഫീസറായിട്ട് ജോലി ചെയ്യാം. അദ്ദേഹം കണ്ണിയത്ത് ഉസ്താദിനെ പരിചയപ്പെട്ട ഒരു അനുഭവം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുകയാണ്. അദ്ദേഹം മുസ്ലിമീങ്ങളായ ചില സുഹൃത്തുക്കളെ കണ്ടപ്പോ, നിങ്ങൾ എവിടെ നിന്നാണ്, ആരാണ് ചോദിച്ചപ്പോ, ഞങ്ങൾ വാഴക്കാട്ടുകാരാണ്. ചോദിച്ചു, നിങ്ങൾ ഏത് പാർട്ടിക്കാരാന്ന് ചോദിച്ചു. ഞങ്ങൾ സമസ്തയാണ്. ഏത്? കണ്ണിയത്ത് ഉസ്താദിന്റെ. അതെ, കണ്ണിയത്ത് ഉസ്താദിന് എനിക്ക് പരിചയമുണ്ട്. എങ്ങനെ പരിചയമുണ്ട്? ഞാൻ ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായിരുന്നപ്പോ കണ്ണിയത്ത് ഉസ്താദ് പാടത്തിന്റെ വരമ്പിലൂടെ വരുമ്പോ ഞാനും എന്റെ ഹിന്ദുക്കളായ സുഹൃത്തുക്കളൊക്കെ ആ വരമ്പിന്ന് ഇറങ്ങിക്കൊടുക്കാതെ ഈ പണ്ഡിതൻ താഴെ ചെളിയിൽ ഇറങ്ങണമെന്ന് വിചാരിച്ച് മനഃപൂർവ്വം ഞങ്ങൾ വരമ്പിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. എന്റെ അനുഭവം വരെ ചെറിയ കുട്ടിയായിരുന്ന കാലത്തെ. പക്ഷേ കണ്ണിയത്ത് ഉസ്താദ് മുമ്പിലേക്ക് എത്തുമ്പോ ആ കണ്ണുകളുടെ ഗാംഭീര്യം കണ്ടിട്ട് ഞങ്ങൾ താഴെ ഇറങ്ങാറാണ് പതിവ്. ഞങ്ങൾക്ക് അദ്ദേഹത്തെ താഴെ ഇറക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ അറിയാതെ താഴെ ഇറങ്ങിപ്പോകുന്നു. അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ ആ ഒരു ഗാംഭീര്യം കാണുമ്പോ അത് അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്ത സമയം അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. ചില ആലിമീങ്ങൾ അവരുടെ മുഖത്ത് അല്ലാഹു ഗാംഭീര്യം നൽകും. എന്ത്? മൻ ഖാഫല്ലാഹ്, അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകളെ സർവ്വതും പേടിക്കുന്നതാണ്. അവർക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അവരുടെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു ശോഭയും ഒരു പ്രഭയും അള്ളാഹു നൽകുകയാണ്. ഇത് ദീനാണ്, അള്ളാഹുവിന്റെ ശറഅാണ്. അള്ളാഹുവിന്റെ ദീനും അഖീദയും ഈമാനുമാണ്. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻ, ബഹുമാനപ്പെട്ടവർ ഇബ്നു ഹുബൈറയെ സന്തോഷിക്കുകയല്ല ചെയ്തത്, ഇബ്നു ഹുബൈറയെ അള്ളാഹുവിനെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. ഷഅബി ഇമാമാണെങ്കിലോ, ആമിർ ഷഅബി തങ്ങൾ ഇബ്നു ഹുബൈറ സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഒരു ഉഴപ്പൻ മറുപടിയാ കൊടുത്തത്. സംഗതി വിചാരിച്ചതിലപ്പുറത്തേക്ക് മാറുന്നു. ഇമാം ഷഅബിയോട് ഇബ്നു ഹുബൈർക്ക് ദേഷ്യവും ഹസനുൽ ബസ്രിയോട് ഇബ്നു ഹുബൈർക്ക് സന്തോഷവും സ്നേഹവും തോന്നുന്നു. ഹസനുൽ ബസ്രി വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളാണ് പണ്ഡിതൻ, നിങ്ങളാണ് ആ ദൗത്യം നിർവഹിച്ചത്. ഹസനുൽ ബസ്രിക്ക് വല്ലാത്ത സ്വീകരണം, വല്ലാത്ത ആദരവ്. രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ ഇബ്നു ഹുബൈറയുടെ കൊട്ടാരത്തിന്റെ മുറ്റത്ത് അന്നത്തെ ചില പണ്ഡിതന്മാർ ആ ഗേറ്റുകൾ നിൽക്കുന്നുണ്ട്. ഹസനുൽ ബസ്രി തങ്ങൾ കണ്ടിട്ട് ചോദിച്ചു, മാ യുജ്ലിസുകും ഹുന, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? അതുജാലിസൂന മുജാലസത്തൽ അബ്റാർ, നിങ്ങൾ നല്ല ആളുകളോടാണോ ഈ കൂടെ ഇരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു ഭരണാധികാരി നിങ്ങൾ അകത്ത് വിളിക്കാതെ നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് ചെല്ലുന്നത്? നിങ്ങൾ എന്തിനാണ് ഭരണാധികാരികളുടെ കൊട്ടാരമുറ്റത്ത് വന്ന് ക്യാമ്പ് ചെയ്യുന്നത്? നിങ്ങൾ പണ്ഡിതന്മാരും മുതഅല്ലിമീങ്ങളുമല്ലേ? ഹസനുൽ ബസ്രി തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ മുതഅല്ലിമീങ്ങളല്ലേ? തഫറഖു ഫറഖല്ലാഹു ബൈന അർവാഹിക്കും വഅജ്സാദിക്കും, പൊയ്ക്കോളൂ ഇവിടുന്ന്, നിങ്ങൾക്ക് മരണം സംഭവിക്കലാണ് നല്ലത്. ഖദ് ഫർതഹ്തും നിആലകും വശമ്മർതും സിയാബകും ഫളഹ്തുമുൽ ഖുർറാഅ ഫളഹകുമുല്ലാഹ്, നിങ്ങളെ വസ്ത്രവും ചെരുപ്പൊക്കെ റെഡിയാക്കി മുതലാളിമാരുടെ എന്തെങ്കിലും എച്ചിലുകൾ കിട്ടാൻ വേണ്ടി നിങ്ങളുടെ ഇൽമിന്റെ മഹത്വം മനസ്സിലാക്കാതെ കൊട്ടാരത്തിന്റെ മുറ്റങ്ങളിൽ, മുതലാളിമാരുടെ വീട്ടുമുറ്റങ്ങളിൽ യാചിക്കാൻ വന്നിരിക്കുകയാണല്ലേ. ഫളഹ്തുമുൽ ഖുർറാഅ, ആലിമീങ്ങളെ മുഴുവനും നാണം കെടുത്താൻ വന്നവർ ഇവിടെ നിന്ന് പോകണം എന്ന് ഉറക്കെ പറയാൻ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല. ഇതൊരു വലിയ മാതൃകയാണ്, വലിയ മാതൃകയാണ്. അബ്അദല്ലാഹ് മൻ അബ്അദ്, അബ്അദല്ലാഹു മൻ അബ്അദ, അബ്അദല്ലാഹു മൻ അബ്അദ്, അഹീനുദ് ദുനിയാ ഫവല്ലാഹി ലഅഹ്നഉ മാ തകൂനൂന ഇദാ അഹൻതുമൂഹാ.
ലൗ സഹത്തും ലറഗിബു ഫീമാ ഇൻദകും മിനൽ ഇൽമി വലാകിന്നകും റഗിബ്തും ഫീമാ ഇൻദഹും ഫസഹിദു ഫീകും. ആലിമീങ്ങളെ, പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങളെ, സമ്പന്നന്മാരുടെ കൈകളിലെ സമ്പത്ത് നിങ്ങൾക്ക് കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചപ്പോൾ അല്ലാഹു അവരുടെ മനസ്സിൽ നിങ്ങളോട് വെറുപ്പാണ് തോന്നിപ്പിക്കുന്നത്. എന്ന് പറയാം, സമ്പന്നന്മാരുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഇൽമ് അവർക്ക് വേണ്ട എന്ന് അവർ വിചാരിക്കും. പണ്ഡിതന്മാരെ അവരുടെ ടൂളുകളായി, അവർക്ക് ഇഷ്ടമുള്ളത് വിളിച്ചു പറയാനുള്ള ആളുകളായി അവർ ഉപയോഗിക്കുകയും ചെയ്യും. വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഈ ലോകത്തെ സുഖസൗകര്യങ്ങളും ഈ ലോകത്തിന്റെ ആഡംബരങ്ങളും ഇവിടുത്തെ സമ്പാദ്യങ്ങളും അല്ല നിങ്ങൾക്ക് വേണ്ടത്, ഇൽമും തഖ്വയുമാണ്. അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് ഓടി വരും. നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട ആളുകളല്ല. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവണമെന്ന് ഇബ്നു ഹുബൈറയുടെ കൊട്ടാരത്തിന്റെ ആ മുറ്റത്ത് നിന്ന് ഇറങ്ങുമ്പോഴാണ് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ആധുനിക ആലിമീങ്ങളിൽ മുൻഗാമികളിലും പിൻഗാമികളിലും ഇനി ഖിയാമത്ത് നാൾ വരെയും രണ്ട് വിഭാഗം ഉലമാ വരുന്നുണ്ടെന്നും ഒരു വിഭാഗം ഉലമാ ഉദ്ദുനിയ, മറ്റൊന്ന് ഉലമാ, ഒരു വിഭാഗം ഇൽമു കൊണ്ട് നാളെ അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ പൊരുത്തവും വേണം. അതുകൊണ്ട് ഇബാദത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇബാദത്തിന്റെ വിഷയത്തിലേക്ക് ശ്രദ്ധിക്കുകയും ജനങ്ങളെ ജീവിതം കൊണ്ട് മാതൃക കാണിക്കുകയും ചെയ്യുന്ന ഉലമാ ഉൽ ആഖിറ, പരലോകത്തിന്റെ ആലിമീങ്ങൾ ഉണ്ട്. എന്നാൽ ഒരു ഭാഗത്ത് ലോകത്തെ എല്ലാ ചരിത്ര കാലഘട്ടങ്ങളിലും ഉലമാ ഉദ്ദുനിയയും ഉണ്ടായിട്ടുണ്ട്. ഇൽമു കൊണ്ടും അള്ളാഹു നൽകുന്ന പാണ്ഡിത്യം കൊണ്ടും എന്തെങ്കിലും പൈസയോ എന്തെങ്കിലും ലാഭമോ ദുന്യവിയായ സൗകര്യങ്ങളോ ആഡംബരങ്ങളോ ഉണ്ടാക്കാൻ വേണ്ടി ഇൽമിനെ അടിയറ വെക്കുന്ന ആലിമീങ്ങളും ലോകാവസാനം വരെ ഈ ഉമ്മത്തിൽ ഉണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂനൂ ഉലമാ അൽ ആഖിറ, നിങ്ങൾ ഉലമാ ഉൽ ആഖിറയാവേണമേ എന്ന് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അല്ലാഹു തആല ഇൽമു കൊണ്ട് ആഖിറം വെളിച്ചമാകുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. മൻ ഹാബല്ലാഹ ഹാബഹു കുല്ലു ഷൈ, ആരെങ്കിലും അല്ലാഹുവിനെ ഭയപ്പെടുകയാണെങ്കിൽ എല്ലാവരും അവരെ ഭയപ്പെടുക തന്നെ ചെയ്യും. ഈ മഹാന്മാരായ രണ്ട് പണ്ഡിതന്മാർ ഇബ്നു ഹുബൈറയുടെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു വരികയും തൊട്ടടുത്തുള്ള ജാമിഅയിൽ ജുമുഅത്ത് പള്ളിയിലേക്ക് അവർ കയറിയിരിക്കുകയും ചെയ്തപ്പോ നാട്ടുകാർ മുഴുവനും ഒരുമിച്ച് കൂടുന്നു. നാട്ടുകാർ മുഴുവനും അവിടെ ഓടിക്കൂടുകയാണ്. അവർ ഓടിക്കൂടിയിട്ട് ചോദിച്ചു, ഇബ്നു ഹുബൈറയുടെ മുമ്പിൽ നിങ്ങൾ പോയിട്ട് എന്താണ് സംഭവിച്ചത്? എന്തുണ്ടായി? എന്തിനായിരുന്നു നിങ്ങളെ വിളിച്ചത്? ആ ഭരണാധികാരിയും ആ വാലിയും നിങ്ങളെ എന്തിനായിരുന്നു വിളിച്ചത് എന്ന് ചോദിച്ചപ്പോ ഇമാമുന ശഅബിയാണ് മറുപടി പറഞ്ഞത്. എല്ലാവരും ഇരിക്കും, ഞാൻ പറഞ്ഞു തരാം. ഇബ്നു ഹുബൈറ ഞങ്ങളോട് അഭിപ്രായം ചോദിച്ചപ്പോ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. ഇബ്നു ഹുബൈറ ദേഷ്യപ്പെടരുത് എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ ഹസനുൽ ബസ്രി മറുപടി കൊടുത്തു, ഇബ്നു ഹുബൈറ ദേഷ്യപ്പെട്ടാലും അള്ളാഹു ദേഷ്യപ്പെടരുത് എന്നാണ് ഹസനുൽ ബസ്രി മനസ്സിൽ വിചാരിച്ചത്. അത് കാരണം എന്നെ ആ മനുഷ്യനിൽ നിന്ന് അകറ്റുകയും ഹസനുൽ ബസ്രിയോട് ആ മനുഷ്യന്റെ ഹൃദയത്തിൽ അള്ളാഹു ആദരവ് കൊടുക്കുകയും ചെയ്തു എന്ന് സമകാലികനും സഹപ്രവർത്തകനുമായിരുന്ന ഇമാമുന ശഅബി ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് പ്രസ്താവിക്കുകയാണ്. ഇതിൽ ആലിമീങ്ങൾക്ക് മുതഅല്ലിമീങ്ങൾക്ക് മാതൃകയുണ്ട്. നമ്മുടെ ഇൽമു കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് അല്ലാഹുവിന്റെ വജ്ഹാണ്. സത്യം തുറന്നു പറയാനോ സത്യം വിളിച്ചു പറയാനോ പേടിയോ ഭയമോ തോന്നാതെ പ്രലോഭനങ്ങളോ പ്രകോപനങ്ങളോ വകവെക്കാതെ സത്യം സത്യമായി പറയേണ്ട ഉത്തരവാദിത്വം ആലിമീങ്ങൾക്കുണ്ട് എന്ന് ലോകത്തെ പഠിപ്പിച്ച പണ്ഡിതനാണ് അൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല. മുതഅല്ലിമീങ്ങളോ ആലിമീങ്ങളോ സമ്പന്നന്മാരുടെ പിന്നാലെ പോവേണ്ടവരല്ല. അങ്ങനെയാണെങ്കിൽ സമ്പന്നന്മാർക്ക് ആലിമീങ്ങളോടുള്ള മതിപ്പ് ഇല്ലാതെയാവുകയാണ്. ആലിമീങ്ങൾ സമ്പന്നന്മാരെ കണ്ടുവരേണ്ട ആളുകളാണ്. നേരെ മറിച്ചാണ് ഉണ്ടാവേണ്ടത്. ഹാറൂനുർ റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന ഭരണാധികാരി, ഖലീഫത്തുൽ മുസ്ലിമീൻ, അമീറുൽ മുഅ്മിനീൻ ഹാറൂനുർ റഷീദ് എന്നവരുടെ വളരെ മനോഹരമായ ഒരു ചരിത്രമുണ്ട്. ഹാറൂനുർ റഷീദ് ഭരണാധികാരിയാണ്. പക്ഷേ നമ്മുടെ ആലിമീങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി റഹ്മത്ത് കൊണ്ട് ദുആ ചെയ്യുന്ന ഭരണാധികാരിയാണ്. എല്ലാ ആലിമീങ്ങളെ എല്ലാ ഭരണാധികാരികളെ കുറിച്ചും റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയാറില്ല.
ഹാറൂൻ റഷീദിന്റെ മുമ്പ് കഴിഞ്ഞു പോയ അബ്ദുൽ മലിക് ഇബ്നു മർവാനുണ്ട്, മർവാൻ ഇബ്നു അബ്ദുൽ മലിക് ഉണ്ട്, വലീദ് ഇബ്നു അബ്ദുൽ മലിക് ഉണ്ട്. ഇവരെയൊന്നും റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയൂല. അവരിലുണ്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ റഹ്മത്തുള്ളാഹി അലൈഹി. അവരിലുണ്ട് ഹാറൂൻ റഷീദ്. ഇവരെ പോലെയുള്ള ദീർഘദൃഷ്ടിയുള്ള അള്ളാഹുവിനെ ഭയപ്പെടുന്ന സജ്ജനങ്ങളായ ഭരണാധികാരികളെ ലോക മുസ്ലിമീങ്ങൾ ഇഷ്ടപ്പെടുകയും അവരുടെ നന്മകൾ ഇന്നും ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹാറൂൻ റഷീദ് ഇറാഖിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജ് ചെയ്യാൻ കടന്നു വന്നിരിക്കുന്നു. മക്കയിലേക്ക് ഹജ്ജിന് വന്നിരിക്കുകയാണ്. കൂടെയുണ്ട് ഫുളൈൽ ഇബ്നു റബീഅ എന്ന തന്റെ മിനിസ്റ്റർ ഉണ്ട്, തന്റെ കൂടെ നടക്കുന്ന തന്റെ സഹായിയുണ്ട്. ഇബ്നു റബീഅ, ഫുളൈൽ ഇബ്നു റബീഅ എന്നാണ് പേര്. മക്കയിൽ ഹജ്ജ് കഴിഞ്ഞപ്പോ ഹാറൂൻ റഷീദ് എന്നവരെ വളരെ സ്നേഹത്തോടുകൂടെ ചോദിച്ചു, ഇബ്നു റബീഅ, എനിക്ക് ചില സംശയങ്ങളുണ്ട്, അത് ചോദിക്കാൻ പറ്റിയ പണ്ഡിതന്മാർ ആരെങ്കിലും മക്കയിലുണ്ടോ? അപ്പോഴാണ് പറയുന്നത്, ഉണ്ടല്ലോ, നമുക്കിവിടെയുണ്ട് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു മക്കയിലുണ്ട്, ഹജ്ജിന് വന്നിട്ടുണ്ട്. സുഫിയാൻ ഇബ്നു ഉയൈന, പണ്ഡിത ലോകത്ത് സുപരിചിതമായ നാമമാണ് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹുവിന്റേത്. ഹാറൂൻ റഷീദ് പോകുന്നു കൂടെ ചെന്നിട്ട് സുഫിയാൻ ഇബ്നു ഉയൈനയോട് ചില മസലകൾ ചോദിച്ചറിയാൻ പോകുന്നു. വാതിൽക്കൽ ചെന്നു മുട്ടുന്നു. ഉടനെ തന്നെ സുഫിയാൻ ഇബ്നു ഉയൈന വാതിൽ തുറന്നു കൊടുക്കുന്നു. കാണുന്നത് ഭരണാധികാരിയാണ്, ഹാറൂൻ റഷീദിനെയാണ്. ഹാറൂൻ റഷീദ് ഭരിച്ച ഭരണം എത്രയാണെന്നറിയാൻ തന്റെ ഒരൊറ്റ സംഭവം മതി, ഒരു വാക്ക് മതി. ഹാറൂൻ റഷീദ് എന്നവർ തന്റെ കൊട്ടാരത്തിന്റെ മുറ്റത്തിരിക്കുന്ന സമയത്ത് ആകാശലോകത്തുകൂടെ മേഘം കടന്നു പോകുമ്പോഴാണ് പറയുന്നത്, യാ സഹാബ്, മേഘമേ, അംതുരി ഹൈതു ശിഅ്തി ഫഇന്നഹു യഅതീനി ഖറാജുക്. മേഘമേ, നീ എവിടെ പോയി മഴ പെയ്താലും എനിക്ക് കുഴപ്പമില്ല. മേഘമേ, നിന്റെ മഴ തട്ടി, നിന്റെ മഴവെള്ളം കിട്ടി ഏതെല്ലാം കൃഷിയിടങ്ങളിൽ നിന്ന് വിഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ആ വിഭവങ്ങളുടെ ടാക്സുകൾ ഇസ്ലാമിന്റെ ഭരണകൂടത്തിന്റെ ആസ്ഥാനമായ ബഗ്ദാദിലേക്ക് വരിക തന്നെ ചെയ്യും. ഈ മഴ ചൈനയിൽ പോയി പെയ്താലും, ഈ മഴ ഇന്ത്യയിൽ പോയി സിന്ധിൽ പോയി പെയ്താലും, ഈ മേഘം ഇനി ഇറാനിൽ പോയി പെയ്താലും, അങ്ങ് റഷ്യ വരെ പോയി പെയ്താലും, മിഡിൽ ഈസ്റ്റിൽ എവിടെ പോയി പെയ്താലും, ഫാർ ഈസ്റ്റിലേക്കോ അതുപോലെ സൗത്ത് ഈസ്റ്റിലേക്കോ പോയാലും ഇവിടെയെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളാണല്ലോ. അതുകൊണ്ട് മേഘമേ, നീ മഴ പെയ്യാതെ, ഇറാഖിൽ മഴ പെയ്യാതെ എവിടേക്ക് പോയാലും എനിക്ക് പ്രശ്നമില്ല എന്ന് സ്വന്തം രാജ്യത്തിന്റെ വിസ്തൃതിയിൽ അഭിമാനം പറഞ്ഞ ലോക ഭരണാധികാരിയായിരുന്നു മഹാനായ ഹാറൂൻ റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകളാണ് വാതിൽ തുറക്കുമ്പോ സുഫിയാൻ ഇബ്നു ഉയൈന കാണുന്നത്. സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി കണ്ടപ്പോഴേ പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവേ ഹാറൂൻ റഷീദ് അവർകളെ, നിങ്ങൾ എന്തിനാണ് എന്റെ മുമ്പിലേക്ക് വന്നത്? ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അങ്ങോട്ട് വരുമല്ലോ. എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ അങ്ങോട്ട് വരുമല്ലോ. ആവശ്യം വല്ലതുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമല്ലോ. അതിന് കുഴപ്പമില്ല, എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്നാ കയറിയിരിക്കുന്നു പറഞ്ഞു. നല്ല സൽക്കാരം വീട്ടിൽ കയറിയിരുന്നു. ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഹാറൂൻ റഷീദ് ചോദിച്ചു, നിങ്ങൾക്ക് വല്ല കടബാധ്യതകളുമുണ്ടോ? അലൈക ദൈൻ, വല്ല കടവുണ്ടോ? ഉസ്താദ്മാർക്കൊക്കെ കടബാധ്യത ഒക്കെ ഉണ്ടാവൂലേ? ഹാറൂൻ റഷീദിനോട് പറഞ്ഞു, സുഫിയാൻ കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ മഹാനായ ഹാറൂൻ റഷീദ് എന്നവർ പറഞ്ഞു, ഇബ്നു റബീഅ, ഇദ്ദേഹത്തിന്റെ കടം എത്രയാണോ അത് എന്റെ ഫണ്ടിൽ നിന്ന് കൊടുത്തേക്കണം. വേറെ എന്തെങ്കിലും ഒന്നുമില്ല, എന്നാ പോട്ടെ എന്ന് പറയും, ഇറങ്ങിപ്പോ. പറഞ്ഞു, ഇബ്നു റബീഅ, ഇയാളെനിക്ക് പിടിച്ചിട്ടില്ല, വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഒരാൾ കൂടെയുണ്ട്, മറ്റാരുമല്ല മഹാനായ പണ്ഡിതൻ അബ്ദുർ റസാഖ് ഇബ്നു ഹുമാം റളിയല്ലാഹു അൻഹു വന്ന് മക്കയിൽ ഹജ്ജിന് വന്നിട്ടുണ്ട്. താമസിക്കുന്ന വീട് എവിടെയാണ്? അവിടെയാണ്. ഒന്ന് പോകാം. ചെന്നു, വാതിൽക്കൽ മുട്ടുന്നു. അബ്ദുർ റസാഖ് ഇബ്നു ഹുമാം എന്നവർ വാതിൽ തുറന്നു കൊടുക്കുന്നു. കാണുന്നത് ഇസ്ലാമിക ലോകത്തിന്റെ ഭരണാധികാരി ഹാറൂൻ റഷീദാണ് വാതിൽക്കൽ വന്നത്. യാ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ, നിങ്ങളൊന്ന് അറിയിച്ചാൽ പോരെ, ഞാൻ അവിടെ വരുമല്ലോ. കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ തേടി വന്നതാണ്. എന്നാ കയറിയിരിക്കും. ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, മറുപടി കിട്ടി. ഹാറൂൻ റഷീദ് ചോദിച്ചു, നിങ്ങൾക്ക് വല്ല കടബാധ്യതയുമുണ്ടോ? എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ? കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്. ഇബ്നു റബീഅ അദ്ദേഹത്തിന്റെ കടങ്ങളൊക്കെ വീട്ടിക്കൊടുക്കി.
എന്നാ പോട്ടെ. ഇബ്നു റബീ, എനിക്ക് ഇയാളെയും പിടിച്ചിട്ടില്ല ഇബ്നു റബീഅ, എന്റെ ചോദ്യത്തിന് ഇവർക്കൊന്നും മറുപടി പറയാൻ കഴിയില്ല. വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, മറ്റാരുമല്ല, അത് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ആണ്. ലൗല الشفا لما عرف المصطفى لولا عياض لما عرف المغرب. മൊറോക്കോ അറിയപ്പെടുന്ന പ്രഗത്ഭനായ ഇയാദ് എന്നവരുടെ മകൻ, ശിഫാഇന്റെ ഗ്രന്ഥകാരനായ ഇയാദ് എന്നവരുടെ കുടുംബ പരമ്പരയിൽ വരുന്ന മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു, പ്രഗത്ഭനായ പണ്ഡിതൻ, ലോക പ്രശസ്തനായ പണ്ഡിതൻ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു മക്കയിലുണ്ട്. എന്നാ പോവാം, വീട്ടിലേക്ക് പോകും. അന്നൊക്കെ മുതലാളിമാർ ആലിമീങ്ങളുടെ അരികത്തേക്ക് വന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു പതിവുണ്ട്. മുതലാളിമാർ, രാജാക്കന്മാർ ആലിമീങ്ങളെ വന്ന് കാണും, എന്തെങ്കിലും വേണോ, ആവശ്യമുണ്ടോ ചോദിക്കും, ചെയ്തു കൊടുക്കും. നമ്മുടെ യൂസുഫ് അലിഖാന്റെ ഒരു സംഭവം പറയാറുണ്ട്, ഓർക്കാറുണ്ട്. നമ്മുടെ വൈലിത്തറ മുഹമ്മദ് കുഞ്ഞി മൗലവി പണ്ട് വാഴ് പറഞ്ഞിരുന്ന ഉസ്താദില്ലേ, വൈലിത്തറ എന്നറിയപ്പെടുന്ന പഴമക്കാരായ ആളുകൾക്കൊക്കെ അറിയാം. ഞാനിപ്പോ അടുത്ത 2 വർഷം മുമ്പാണ് അവരെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് ചെന്നിരുന്നു. അപ്പോ അവരുടെ മകൻ അവിടെ ഉണ്ട്, അദ്ദേഹത്തിന്റെ ഖാദിം ഇവിടെ അങ്ങ് ബദിയടുക്ക ഉള്ളോട്ട് എവിടെയുള്ള ഒരു സ്ഥലത്തുള്ള ഒരാളാണ് അവിടെ ഖിദ്മത്തിലിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാഷ ഞാൻ പറഞ്ഞു, കാസർഗോഡ് മംഗലാപുരം ഭാഷ എന്നല്ലല്ലോ, ഭാഷ തെക്കൻ ഭാഷയായിട്ടുണ്ടല്ലോ. അവിടെ ഉസ്താദിന്റെ കൂടെ ആലപ്പുഴ ജില്ലയിൽ താമസിച്ചിട്ടേ കാസർഗോഡ് ഭാഷയൊക്കെ മാറിയിട്ടുണ്ട്, അവിടുത്തെ ഖാദിമിന്റെ. അപ്പൊ ഇരിക്കട്ടെ, അങ്ങനെ സംസാരിച്ചപ്പോ മോൻ പറഞ്ഞു, അദ്ദേഹം ഒരു കോളേജിലെ പ്രൊഫസറാണ്, അദ്ദേഹം പറഞ്ഞു, കുറച്ചു മുമ്പ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ യൂസുഫ് അലിക്ക് വന്നിരുന്നു. നമ്മുടെ ലുലു ഗ്രൂപ്പിന്റെ യൂസുഫ് അലി കണ്ടല്ലോ, യൂസുഫ് അലി സാഹിബ് ഇവിടെ വന്നിരുന്നു, ബാപ്പയെ കാണാൻ വേണ്ടി വന്നു, ബാപ്പച്ചിയെ എന്നവര് പറയാം, ബാപ്പച്ചിയെ കാണാൻ വേണ്ടി വന്നിരുന്നു. ഞാൻ അങ്ങനെ അയച്ചു, റഹ്മാനായ റബ്ബേ, അവിടെ അമ്പലപ്പുഴയിലേക്കൊക്കെ എറണാകുളം എയർപോർട്ടൊക്കെ പോവുകയാണെങ്കിൽ തന്നെ അങ്ങോട്ട് പോവില്ല, തിരുവനന്തപുരത്ത് പോവുകയാണെങ്കിൽ ഉള്ളോട്ട് യാത്ര ചെയ്യണം. ഏതായാലും വൈലിത്തറ ഉസ്താദിനെ കാണാൻ വേണ്ടി അദ്ദേഹം ചെന്നു എന്നുള്ളത് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്. യൂസുഫ് അലിക്ക് ചോദിച്ചോലോ, ഉസ്താദിനെ ഞാനൊരു വാഹനം തരാണ്, ഒരു ഓഫർ തരാണ്, ഞാനൊരു വാഹനം തരാണ്, നല്ല മുന്തിയ ഒരു വാഹനം, നല്ല വില പിടിപ്പുള്ള, എനിക്ക് തോന്നുന്നു ബെൻസോ അങ്ങനെ എന്തോ വണ്ടിയാണ്. വൈലിത്തറ ഉസ്താദിന്റെ മറുപടി, തരുന്നത് മുഴുവൻ വാങ്ങി വെക്കുന്ന ആളല്ല ഞാൻ, എനിക്കത് വേണ്ടെന്ന്. സുബ്ഹാനല്ലാഹ്. നമ്മൾ വിചാരിക്കും ഉസ്താദ് വാള് പറഞ്ഞ് കുറെ പൈസ ഒക്കെ ഉണ്ടാക്കി വലിയ കോടീശ്വരനാണ്. ഇന്നത്തെ കാലത്ത് ഉസ്താദിന്റെ വീട് പോലത്തെ ഒരു വീട് ആ പരിസരത്ത് ഞാൻ കാണുന്നില്ല, ചെറിയൊരു വീടാണ്. അവിടെ ഇബാദത്തും ദിക്റുമായി കൂടാൻ. മഗ്‌രിബ് നിസ്കാരത്തിന് ഞങ്ങളുടെ ഉസ്താദിനെ കാണാൻ പറ്റിയില്ല, ദിക്റിലാണ്, ഇശാ വരെ ദിക്റിലാണ്, ഇശാ നിസ്കാരം കഴിഞ്ഞ് വീണ്ടും 10-11 മണി വരെ ദിക്റിലാണ്. പിന്നെ രാവിലെ ഉസ്താദിനെ കാണാൻ പറ്റിയത്. അങ്ങനത്തെ വലിയ ആബിദ് കൂടിയാണ്, വലിയ പണ്ഡിതനും കൂടിയാണല്ലോ വൈലിത്തറ ഉസ്താദ്. യൂസുഫ് അലിക്ക് വലിയ ഓഫർ ചെയ്തു, എനിക്കത് വേണ്ട, എന്നാൽ ഞാനൊരു ഇന്നോവ വാങ്ങിച്ചു തരാം, നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനും വരാനും ഒക്കെ. ഇപ്പൊ ഈ അടുത്ത കാലത്ത് കാസർഗോഡ് ജില്ലയിൽ എങ്ങാനും ഉസ്താദ് അവസാനം അതിന് വന്നത്, തീരെ വയ്യ, വളരെ ക്ഷീണത്തിലാണ്. അവർ ഇന്നോവ വാങ്ങിച്ചു കൊടുത്തു, സന്തോഷം. ആ വാഹനമാണ് ഇപ്പോഴും ഉസ്താദ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചു പോവാണ്, റബ്ബേ, ഈ മനുഷ്യൻ യൂസുഫ് അലിക്ക് അവിടെ ചെന്നിട്ട് മഹാനായ പണ്ഡിതൻ വൈലിത്തറ ഉസ്താദിനെ ചെന്ന് കണ്ടു, ഒരു കാര്യം ചെയ്തു. ഇത് അദ്ദേഹം ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടില്ല, ഞാനത് അറിഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. ഇങ്ങനെയൊക്കെ ചില നന്മകൾ ഒരു മനുഷ്യൻ, ഒരു ആലിമിന് ചെയ്തു കൊടുക്കുന്ന വലിയ സൗഭാഗ്യമാണ്. മുതലാളിമാരുടെ കയ്യിലെ പൈസ ഉണ്ടായിട്ട് പാവങ്ങൾക്കോ സാധുക്കൾക്കോ ഒരു ഉപകാരം ചെയ്യാതെ കാശൊക്കെ തന്റെ അക്കൗണ്ടിൽ കൂട്ടി വെച്ചിട്ട് ഞാൻ വലിയ മുതലാളിയാന്ന് പറഞ്ഞ് നടന്നാൽ മരിച്ചാൽ ഒരു പൂച്ചക്കുട്ടി പോലും കരയൂല. കരയോ? മുതലാളി മരിച്ചിട്ട് എന്ത് കാര്യം? ജനങ്ങൾക്ക് 5 പൈസന്റെ ഉപകാരം ചെയ്യാതെ കുറെ കാശുണ്ടായിരുന്നു പറഞ്ഞ എന്ത് കാര്യം? അപ്പോ ആലിമീങ്ങളായ ആളുകളെ സ്നേഹിക്കുകയും ഹുബ്ബ് ചെയ്യുകയും ചെയ്യുന്ന പതിവ് മുൻഗാമികളായ ആളുകൾക്ക്, ഭരണാധികാരികൾക്കുള്ള ഒരു നല്ലൊരു നന്മയാണ്. അപ്പൊ നമ്മുടെ കാലത്തും ചില ആളുകളൊക്കെ ചെയ്യുന്നു എന്നറിയുമ്പോൾ വല്ലാത്ത സന്തോഷമുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഹാറൂൻ റഷീദ് ചോദിക്കാൻ എന്താ വേണ്ടത്? കടണ്ടോ? സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങളുടെയും അതുപോലെ തന്നെ അബ്ദുർ റസാഖ് ഇബ്നു ഹുമാം തങ്ങളുടെയും കടങ്ങൾ വീട്ടിൽ കൊടുത്തിട്ടാണ് ഇറങ്ങിപ്പോരുന്നത്. എന്നിട്ട് പറയാൻ, എനിക്ക് ഇവർ രണ്ടാളെയും പിടിച്ചിട്ടില്ല കേട്ടോ, എനിക്ക് വേറെ ആരെയും കാണിച്ചതാ. അപ്പോഴാണ് ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കാണിച്ചു കൊടുക്കുന്നത്. വീട്ടിലേക്ക് ഇനിയാണ് അനുഭവം. വീട്ടിൽ ചെല്ലുമ്പോ ഫുളൈൽ ഇബ്നു ഇയാദ് എന്നവർ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. വാതിൽക്കൽ മുട്ടി, തുറന്നെടുത്തില്ല. വീണ്ടും മുട്ടി, തുറന്നെടുത്തില്ല. അപ്പോ കൂടെ വന്ന ആളുകൾ ചോദിച്ചു, അമാ അലൈക ത്വാഅത്തുൽ
ത്വാഅത്തുൽ ഖലീഫ, ഖലീഫയെ അനുസരിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയല്ലേ? ബാധ്യത തന്നെയാണ്. പക്ഷേ ഞാൻ എന്നെ അപമാനപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അതൊന്നുമില്ല. ഖലീഫ നിങ്ങളോട് എന്താ ചോദിക്കാൻ വന്നതാ, എന്നാ തുറന്നരാന്ന് പറഞ്ഞ് വാതിൽ തുറന്നു കൊടുത്ത് ഒരൊറ്റ ഓട്ടമാണ് റൂമിന്റെ ഉള്ളിലേക്ക്. സർവ്വ ലൈറ്റും ഓഫ് ചെയ്യുകയും ചെയ്തു. വിളക്കൊക്കെ അണച്ചിട്ട് രാത്രിയാണ്. റൂമിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഓടി ഫുദൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി. ആരാ വന്നത്? രാജാവ്. തന്റെ മുമ്പ് കണ്ട രണ്ട് പണ്ഡിതന്മാർ എന്തു പറഞ്ഞു? നിങ്ങൾ അറിയിച്ചാ പോരെ, ഞാൻ അങ്ങോട്ട് വരൂലേ. ഫുദൈൽ ഇബ്നു ഇയാദ് എന്നവർ ആരിരുന്നോളൂ, ഞാൻ പോവാന്ന് പറഞ്ഞ് റൂമിന്റെ ഉള്ളിലേക്ക് പോയി ഒളിച്ചിരുന്നു. തപ്പി 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 ഇങ്ങനെ ഓരോരുത്തർ തപ്പി നോക്കുക, എവിടെ അദ്ദേഹം പോയി ഒളിച്ചിരിക്കുന്നത്. തപ്പി നോക്കുമ്പോ ഹാറൂൻ റഷീദിന്റെ കൈയാണ് ഫുദൈൽ തങ്ങളുടെ ദേഹത്ത് തട്ടിയത്. ഫുദൈൽ ഇബ്നു ഇയാദ് എന്നവർ പറഞ്ഞു, ഹാറൂൻ റഷീദേ, എന്തോ ഒരു മയമുള്ള കൈയാണ്. നാളെ അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ ഈ കൈ നല്ല കൈ തന്നെ രക്ഷപ്പെടുമോ? ഫുദൈൽ ഇബ്നു ഇയാദിന്റെ ഉപദേശം ആരംഭിക്കുകയാണ്. ഹാറൂൻ റഷീദ് കരയാൻ തുടങ്ങി. അപ്പോ മഹാനായ ഹാറൂൻ റഷീദ് അവരുകൾ ഉപദേശം തേടി വന്നതാണ്. എനിക്ക് പറഞ്ഞു തരൂ അള്ളാഹുവിനെ സംബന്ധിച്ച്, എനിക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിച്ചു തരൂ, ഇതാണ് വിഷയം. ഫുദൈൽ ഇബ്നു ഇയാദ് എന്നവർ പറഞ്ഞു, ഇന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ലമ്മാ വലിയൽ ഖിലാഫ ദഅ സാലിം ബിൻ അബ്ദുല്ലാഹ് വമുഹമ്മദ് ബിൻ കഅബ് വറജാ ബിൻ ഹൈവ. നിങ്ങളുടെ മുൻഗാമിയായ ലോക പ്രശസ്തനായ സജ്ജനങ്ങളുടെ മാതൃകയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻ ഭരണമേറ്റെടുത്തപ്പോ 3 പ്രഗൽഭന്മാരായ പണ്ഡിതന്മാരെ വിളിച്ചുകൊണ്ടുവന്നു. ഒന്ന് സാലിം ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് മുഹമ്മദ് ബിൻ കഅബ് എന്നവർ, മറ്റൊന്ന് റജാ ബിൻ ഹൈവ. പ്രഗൽഭരായ 3 പണ്ഡിതന്മാരെ ആര്? നിങ്ങളുടെ മുൻഗാമി അന്ന് ഭരണമേറ്റെടുത്തപ്പോ വിളിച്ചുകൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നി ഖദ് ബുതുലീതു ബിഹാദൽ ബലാ, ഇന്നി ഖദ് ബുതുലീതു, ഞാൻ പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ബിഹാദൽ ബലാ, ഈ ബലാ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഫഅശീറു അലയ്യ, നിങ്ങൾ എനിക്ക് ശരിക്ക് പറഞ്ഞു തരണം, നിങ്ങൾ എന്നെ സഹായിക്കണം, എനിക്ക് പരീക്ഷണം വന്നിരിക്കുന്നു. ഫഅദ്ദൽ ഖിലാഫത ബലാ വഅദത്തഹാ അൻത നിഅമ. ഹാറൂൻ റഷീദ് അദ്ദേഹം ഭരണാധികാരം കിട്ടിയപ്പോൾ ഇത് പരീക്ഷണമാണ് എന്ന് പറഞ്ഞ ആളാണ്. നിങ്ങളോ ഭരണാധികാരം അനുഗ്രഹമാണ് എന്ന് പറഞ്ഞ ആളാണ്. ഭരണാധികാരം അനുഗ്രഹമല്ല, ഭരണാധികാരം പരീക്ഷണമാണെന്നാണ് സത്യവിശ്വാസി മനസ്സിലാക്കുന്നത്. എന്നിട്ട് ഈ 3 പണ്ഡിതന്മാർ മഹാനായ സാലിം ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഉമർ എന്നവർ ഉപദേശിച്ചു. അന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടണമെങ്കിൽ ഈ ദുന്യാവിൽ നിന്ന് നോമ്പ് നോൽക്കണം. ഈ ദുന്യാവിൽ നിന്ന് നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞാൽ ആഡംബരങ്ങളുടെ പിന്നാലെ, സമ്പത്തുണ്ടാക്കുന്നതിന്റെ പിന്നാലെ നിങ്ങൾ പോവല്ലേ. പൊതുജനങ്ങളുടെ സമ്പത്താണത്, അത് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കല്ലേ. പൊതുജനങ്ങളുടേത് അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ട വിഷയമാണ്. അതുകൊണ്ട് മരണം വരിക്കുന്നത് വരെയും ദുന്യാവിൽ നിന്ന് നോമ്പെടുത്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. ആദ്യത്തെ ഉപദേശം. രണ്ടാമത്തെ ഉപദേശം കൊടുത്തു മുഹമ്മദ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു, നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ എന്താണോ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക. സ്വന്തം ജനങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടേണ്ടത് എന്താണോ നിങ്ങൾ സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നത് അത് തന്നെയാവണം. നിങ്ങൾക്ക് എന്തിഷ്ടമോ അതാണോ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടത്. മഹാനായ മുഹമ്മദ് ബിൻ കഅബ് എന്നവരുടെ ഉപദേശം ആരംഭിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ സമൂഹത്തിലെ പ്രായമുള്ള ആളുകൾ നിങ്ങളുടെ വാപ്പമാരും, പ്രായം കുറഞ്ഞവർ നിങ്ങളുടെ മക്കളും, സമപ്രായക്കാർ നിങ്ങളുടെ സഹോദരങ്ങളുമാണ് എന്ന് നിങ്ങൾ വിചാരിക്കണം. നിങ്ങളുടെ ബന്ധുക്കളെ, അയൽപക്കങ്ങളെ, നാട്ടുകാരെ നിങ്ങൾ ബഹുമാനിക്കണം. എന്നാലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. മഹാനായ റജാ ഇബ്നു ഹൈവ റളിയല്ലാഹു തആല അൻഹു ആണ്, നിങ്ങൾ ജനങ്ങൾക്ക് സ്വന്തത്തിന് എന്ത് ഇഷ്ടപ്പെടുന്നുവോ അതാണ് ഇഷ്ടപ്പെടേണ്ടത്. മുഹമ്മദ് ബിൻ കഅബ് എന്നവർ, ജനങ്ങളെ നിങ്ങൾ വാപ്പമാരെ പോലെ, മക്കളെ പോലെ, സഹോദരന്മാരെ പോലെ കാണണം, എങ്കിൽ രക്ഷപ്പെടാം. ഇത് പറഞ്ഞപ്പോഴാണ് മഹാനായ ഹാറൂൻ റഷീദ് എന്നവർ ഈ ഉപദേശം താങ്ങാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ചു പോയി. വല്ലാത്ത കരച്ചിൽ. ഇതാണ് അധികാരം. ഹാറൂൻ റഷീദ്, നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? അതാണ് ഫുദൈൽ ഇബ്നു ഇയാദ് എന്നവർ ചോദിക്കുന്നത്.
അപ്പൊ ആളുകൾ പറഞ്ഞു, കൂടെ വന്ന ആളുകൾ പറഞ്ഞു, നിങ്ങൾ ഖലീഫയെ വല്ലാതെ പേടിപ്പിച്ചു, അദ്ദേഹം പൊട്ടിക്കരയുന്നു, അദ്ദേഹത്തോട് ഒരല്പം മയപ്പെടുത്തി സംസാരിച്ചൂടെ? മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് എന്നവർ പറയുന്നു, അധികാരികളുടെ കൂടെയുള്ള ആളുകളോട്, ഇബ്നു റബീഅ, നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് ഖലീഫയെ നശിപ്പിക്കുന്നത്. എന്നെ പോലെയുള്ള ആളുകൾ അവരോട് മൃദുലമായി റഹ്മത്താണ് കാണിക്കുന്നത്. നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഏത് അക്രമവും ചെയ്യാൻ, ഏത് കോടതികളെയും മറികടക്കാൻ, ഏത് നിയമത്തെയും മറികടക്കാൻ, കൈക്കൂലി കൊടുത്തിട്ടും അല്ലാതെയും ഏത് അക്രമങ്ങളെയും സമ്പത്ത് കൊണ്ട് മൂടിവെക്കാൻ നിങ്ങൾ ശിങ്കിടികളായി പിന്നാലെ നടക്കുമ്പോ ഈ മനുഷ്യരെ നിങ്ങൾ നശിപ്പിക്കുകയാണ്. എന്നാൽ എന്നെ പോലെയുള്ള ആളുകൾ അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കും, ഇവർക്ക് നല്ല മാതൃക കാണിക്കുകയാണ്, ഇവരെ രക്ഷപ്പെടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്റെ സാരോപദേശം ഇച്ചിരി കടുപ്പത്തോടെ പറയുന്നത്, ഇവരെ രക്ഷപ്പെടുത്താനാണ്. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവരുടെ ഒരു ഗവർണർ കത്തയച്ച വിവരം മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് എന്നവർ ഹാറൂൻ റഷീദിന് പറഞ്ഞു കൊടുക്കുന്നു. ഹാറൂൻ റഷീദേ, നിങ്ങൾക്കറിയുമോ, അന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഭരണകർത്താക്കളിൽ ഗവർണർമാരിൽ ഒരാൾ എനിക്ക് ശമ്പളം പോരാ എന്ന് പറയുകയും എന്റെ ജോലി ഒരുപാട് ഭാരമാണെന്ന് പറയുകയും എനിക്ക് ഇത്രയൊന്നും കിട്ടിയാൽ പോരാ എന്ന് പറയുകയും ചെയ്ത് പരാതി പറഞ്ഞപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ ഒരു കടലാസ് കഷ്ണത്തിൽ എഴുതി അറിയിച്ചു, ഒരൊറ്റ വാക്ക്, എന്റെ സഹോദരാ, ഓർക്കേണമേ, നാളെ നരകത്തിൽ ഉറങ്ങാൻ പോലും കഴിയാതെ കിടക്കുന്ന ആളുകളുണ്ട്. മഅൽ ഖുലൂദി ഫിന്നാർ ഉദ്കുർ സഹറ അഹ്ലിന്നാരി ഫിന്നാർ. നരകത്തിൽ നരകവാസികൾക്ക് ഉറങ്ങാൻ പോലും കഴിയാതെ കാലാകാലം നരകത്തിൽ കിടക്കുന്നവരാണ്. അതൊന്ന് ഓർത്തു നോക്ക്. ആ കത്ത് കിട്ടുകയേ വേണ്ടൂ. നേരെ ഓടി വന്നു അദ്ദേഹം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിച്ചു, എന്തിനാ വന്നത്? മറ്റൊന്നിനുമല്ല, മരിക്കുന്നവരെ ജീവൻ പോകുന്നവരെ ഒരധികാരവും എനിക്ക് വേണ്ട, അധികാരം എനിക്ക് വേണ്ട, ഞാൻ ഒഴിയുകയാണ്. ഇത് ഭാരമാണ്, ഇത് ഉത്തരവാദിത്തമാണ്, ഇത് അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഞാൻ ഇതിനില്ല എന്ന് പറഞ്ഞ്, അധികാരം വേണ്ട എന്ന് പറഞ്ഞു പോയവരാണ് സത്യവിശ്വാസികളിൽ അള്ളാഹുവിനെ പേടിച്ചവർ. ഹാറൂൻ റഷീദ് പൊട്ടിക്കരയാൻ തുടങ്ങി, വാവിട്ട് കരയാൻ തുടങ്ങി. എന്നാലും അവര് പറഞ്ഞു, സിദ്നി റഹിമക്കല്ലാഹ്, കുറച്ചുകൂടെ പറഞ്ഞു തരൂ, കുറച്ചുകൂടെ പറഞ്ഞു തരൂ. പറഞ്ഞു, യാ ഹസനൽ വജ്ഹ്, ഹാറൂൻ റഷീദേ, നിങ്ങളുടെ മുഖത്തിന് എന്തോ ഒരു ഭംഗിയാണ് ഹാറൂൻ റഷീദേ. ഈ മുഖത്തിന്റെ കാന്തി, മുഖത്തിന്റെ ഭംഗി നാളെ നരകത്തിന്റെ തീജ്വാലകൾ പിടികൂടുമ്പോൾ എങ്ങനെയുണ്ടാകും ഹാറൂൻ റഷീദേ? അതുകൊണ്ട് ഭരിക്കുന്ന സമയത്ത് ഒരു മഖ്ലൂക്കിനോടും വഞ്ചന ചെയ്യരുത്, ആരോടും കുടിപ്പക അരുത്, ആരോടും പകരം വീട്ടാനോ ആരോടെങ്കിലും പ്രതികാരം ചെയ്യാനോ നിങ്ങളുടെ മനസ്സിൽ തോന്നൽ വരാൻ പാടുള്ളതല്ല. ഹാറൂൻ റഷീദേ, മൻ ബാത ഗാശൻ ലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളായ ആളുകളോട് വഞ്ചനയോ അതുപോലെ തന്നെ വൈരാഗ്യമോ നിങ്ങൾ വെച്ച് പുലർത്തുകയാണെങ്കിൽ നാളെ സ്വർഗത്തിന്റെ പരിമളം പോലും നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന ഹദീസ് നിങ്ങൾ ഓർക്കണമേ. കരഞ്ഞുകൊണ്ടാണ്, വളരെ വിഷമിച്ചുകൊണ്ടാണ് ഹാറൂൻ റഷീദ് അതൊക്കെ കേൾക്കുന്നത്. ചോദിച്ചു, ഫുളൈൽ ഇബ്നു ഇയാദേ, നിങ്ങൾക്ക് വല്ല കടങ്ങളുമുണ്ടോ? പറഞ്ഞു, കടമുണ്ട്, പക്ഷേ ആ കടം നിങ്ങൾക്ക് വീട്ടാൻ കഴിയില്ല. എന്റെയും എന്റെ റബ്ബിന്റെയും ഇടയിലുള്ള കടം നിങ്ങൾക്ക് വീട്ടാൻ കഴിയില്ല. അതല്ല ഞാൻ ചോദിച്ചത്, ജനങ്ങൾക്ക് വല്ല പൈസയും നിങ്ങൾ കൊടുക്കാനുണ്ടോ? എന്റെ സഹായം ആവശ്യമുണ്ടോ? ഹാറൂൻ റഷീദേ, ഹാറൂൻ റഷീദേ, എന്നെ പടച്ച അള്ളാഹു എനിക്ക് എന്ത് കിട്ടണമെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളാണോ എന്റെ ഭക്ഷണം ഏറ്റെടുത്തത്? നിങ്ങളാണോ എന്റെ റിസ്ക് ഏറ്റെടുത്തത്? നിങ്ങൾ എന്നെ സഹായിക്കേണ്ടതില്ല. എന്റെ കടം വീടാൻ അള്ളാഹു വേറെ വഴി തരും. നിങ്ങളുടെ ഒരു സഹായവും എനിക്ക് ആവശ്യമില്ല. എന്നാലും ഇതാ ഒരു 500 സ്വർണ്ണ നാണയം കിടക്കട്ടെ. 500 സ്വർണ്ണ നാണയം, 500 ദീനാർ.
ഇസ്തഇൻ ബിഹാ അലാ അഹ്ലിക വഔലാദിക. നിങ്ങളുടെ വീട്ടുകാർക്കും മക്കൾക്കും ആവശ്യമുള്ള സാധനം വാങ്ങിക്കാൻ 500 സ്വർണ്ണ നാണയം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു സ്വർണ്ണക്കിഴി കൊടുത്തു മഹാനായ ഫുദൈൽ ഇബ്നു അയാദിന്റെ മുമ്പിൽ. മറ്റു 2 പണ്ഡിതന്മാരും ഒന്നും ചോദിക്കാതെ വാങ്ങിച്ചു വെച്ചവരാണ്. കടമുണ്ടെന്ന് പറഞ്ഞവരാണ്. എന്റെ കടം വിടാൻ ഇത്ര പൈസ വേണമെന്ന് പറഞ്ഞപ്പോ അത് കൊടുത്തോളൂ എന്ന് തന്റെ കൂടെയുള്ള ആളുകളോട് ഇബ്നു റബീഇനോട് പറഞ്ഞ ആളാണ് ഹാറൂൻ റഷീദ്. എന്നാൽ ഫുദൈൽ ഇബ്നു അയാദ് കടമുണ്ടെന്ന് ചോദിച്ചപ്പോ ഉണ്ട്, അത് നിങ്ങൾക്ക് വിട്ടാൻ പറ്റാത്ത കടമാണ്, അല്ല അത് നിങ്ങൾ നോക്കേണ്ടതില്ല. എന്നാൽ ഒരു 500 ദിർഹം, ഒരു 500 സ്വർണ്ണ നാണയം, ദീനാർ ചോദിച്ചു. ഹാറൂൻ റഷീദേ, നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിന്റെ വഴി പറഞ്ഞു തരുമ്പോ ഇങ്ങനെയാണോ നിങ്ങൾ എന്നോട് പെരുമാറുന്നത്? ചോദ്യമാണ്. ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ വഴി പറഞ്ഞു തരുമ്പോ നിങ്ങൾ എന്നെ ദുന്യാവുമായി മോഹിപ്പിക്കുകയാണല്ലേ? ഈ പൈസ എനിക്ക് വേണ്ട ഹാറൂൻ റഷീദേ, കൊണ്ടുപോയിക്കോ. എടുത്തിങ്ങനെ ഇറങ്ങാൻ വീട്ടിൽ നിന്ന് വാതിലേക്ക് ഇറങ്ങിയപ്പോ ഭാര്യ ഓടി വന്നിട്ട് പറഞ്ഞു, മനുഷ്യ, നിങ്ങൾ എന്ത് പണിയാ കാട്ടിയത്? നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് എത്ര കാലമായി, നല്ലൊരു വസ്ത്രം ഇട്ടിട്ട് എത്ര കാലമായി, 500 ദിർഹം ഇയാൾ തന്നപ്പോ, രാജാവ് തന്നപ്പോ നിങ്ങൾ എന്തിനാ വേണ്ട എന്ന് വെച്ചത്? ഫുദൈൽ ഇബ്നു അയാദ് എന്നവർ പറഞ്ഞു, പെണ്ണേ, ഞാനും നിങ്ങളും തമ്മിലുള്ള ഉദാഹരണം ഒരു ഒട്ടകത്തെ പോലെയാണ്. ആ ഒട്ടകത്തെ അവരുപയോഗിച്ചു, കൃഷിക്കുപയോഗിച്ചു, അതിന്റെ പാല് കുടിച്ചു. അവസാനം ഒട്ടകം തളർന്ന് ഒട്ടകത്തിന് വയസ്സായപ്പോ ഒട്ടകത്തെ പിടിച്ചറുത്ത് അതിന്റെ മാംസം തിന്നുകയും ചെയ്തു. നിങ്ങൾ എന്നെ നശിപ്പിക്കാൻ പോന്നതാണോ? ഹാറൂൻ റഷീദ് തോന്നി, പെണ്ണിങ്ങനെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ എടുത്തേക്കും പൈസ. വാതിൽക്കൽ മുട്ടി, തുറന്നു കൊടുത്തു. ഹാറൂൻ റഷീദ് വീട്ടിലേക്ക് കയറി, ഇതാ പിടിച്ചോളൂ 500 ദിർഹം, 500 ദീനാർ സ്വർണ്ണ നാണയം, ഇതാ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞപ്പോ ഫുദൈൽ ഇബ്നു അയാദ് എന്നവർ വീടിന്റെ മേലോട്ട് ഓടി കയറി. മേലോട്ട് കയറി ഹാറൂൻ റഷീദും ഇതൊന്ന് വാങ്ങിക്കണേ. ഫുദൈൽ ഇബ്നു അയാദ് എന്നവർ മിണ്ടിയില്ല, സംസാരിച്ചില്ല. 1 മണിക്കൂർ നേരം മിണ്ടിയില്ല, സംസാരിച്ചില്ല. അപ്പോഴാണ് തന്റെ വീട്ടിലെ വേലക്കാരിയായ ഒരടിമപ്പെണ്ണ് വന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ഭരണാധികാരിയാണ് ശരി തന്നെ, പക്ഷെ ഈ മഹാപണ്ഡിതൻ ഈ രാത്രി സമയം അത്രയും ഹദീസ് ഓതാനും ഖുർആൻ ഓതാനും ഇബാദത്ത് ചെയ്യാനും ഉപയോഗിക്കുന്ന സമയമാണ്. നിങ്ങൾ ഇദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്. ഷെയ്ഖ് പ്രയാസത്തിലാണ്, നിങ്ങളുടെ വരവ് കൊണ്ട് വിഷമത്തിലാണ്. ഇനിയും ഇദ്ദേഹത്തെ നിങ്ങൾ ഉപദ്രവിക്കുകയാണോ? നിങ്ങൾക്കൊന്ന് ഇറങ്ങിപ്പോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോ ആ പൈസ കിഴിയും പിടിച്ചുകൊണ്ട് പുറത്തിറങ്ങിപ്പോന്ന രാജാവാണ് ഹാറൂൻ റഷീദ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇബ്നു റബീഅ, എനിക്ക് കാണേണ്ടത് ഇത്തരക്കാരായ പണ്ഡിതന്മാരെയാണ്. എന്തെങ്കിലും ഒരു വിഷയമുണ്ടാകുമ്പോ ഇതുപോലെയുള്ള പണ്ഡിതന്മാരെയാണ് നിങ്ങൾ എനിക്ക് കാണിച്ചു തരേണ്ടത്. പൈസയുടെ എച്ചിലുകൾക്ക് വേണ്ടി വാനോക്കി നിൽക്കുന്നവരെയല്ല, എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടുപോകുന്നവരെയല്ല. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കാനും സ്വന്തം ബിസിനസിന്റെ ആവശ്യങ്ങൾക്കും വേണ്ടി അല്ലാഹുവിന്റെ ഉമ്മത്തിനോട് പൈസ ചോദിക്കുന്ന അലിമീങ്ങളെയല്ല എനിക്ക് വേണ്ടത്. ഇതുപോലെ ത്യാഗം ചെയ്യുന്ന, അല്ലാഹുവിന് വേണ്ടി ജീവിക്കുന്ന ആളുകളെയാണ് നിങ്ങൾ എനിക്ക് കാണിച്ചു തരേണ്ടത്. ദഅൂഹു മഅ കിതാബില്ലാഹ് വൻസുരിഫൂ റഹിമകുമുല്ലാഹ്. നിങ്ങൾ ഈ ശൈഖിനെ ഉപദ്രവിക്കല്ലേ, ഇദ്ദേഹം പൈസയുടെ ആളല്ല എന്ന് ലോകത്തെ പഠിപ്പിക്കുകയാണ് മഹാനായ ഫുദൈൽ ഇബ്നു അയാദ് റളിയല്ലാഹു അൻഹു. ഇത് പണ്ഡിതന്മാർക്ക് മാതൃകയാണ്, ഉസ്താദന്മാർക്ക് മാതൃകയാണ്, മഹല്ലുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മാതൃകയാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോ ആ സ്ഥലത്തെ തിന്മകളോ അവിടെ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത വല്ലതും നടക്കുമ്പോ അതിനെതിരെ മിണ്ടാതിരിക്കുകയോ സംസാരിക്കാതിരിക്കുകയോ ചെയ്താൽ ഒരുപക്ഷെ നൂറ്റാണ്ടുകളോളം അവിടെ ജോലി ചെയ്യാൻ പറ്റിയേക്കും. പക്ഷേ സത്യമായി അല്ലാഹുവിനെ പേടിച്ച് വിളിച്ചു പറഞ്ഞാൽ പിറ്റത്തെ വർഷം നിങ്ങൾ അവിടെ നിന്ന് ക്യാൻസൽ ആക്കിയെന്ന് വരും, ഡിസ്മിസ് ചെയ്തെന്ന് വരും. സാരമില്ല, പ്രശ്നമില്ല. അല്ലാഹുവാണ് ഭക്ഷണം തരുന്നത് എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ആലിമീങ്ങൾ. അവർ പൈസയുടെ പിന്നാലെ പോവരുത്. ഇത് പഠിപ്പിക്കുകയാണ് മഹാനായ ഫുദൈൽ ഇബ്നു അയാദ് റളിയല്ലാഹു അൻഹു. ചരിത്രത്തിന്റെ അത്യപൂർവമായ വളരെ മനോഹരമായ മാതൃകകളാണിത്. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ചരിത്രത്തിൽ മുമ്പൊരിക്കലും കണ്ടുപരിചയമില്ലാത്ത മൻ തറക ശൈഅൻ ലില്ലാഹി അവളഹു അല്ലാഹു ഖൈറൻ മിൻ.
അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഉപേക്ഷിച്ചാൽ അതിന് പകരം അള്ളാഹു നിങ്ങൾക്ക് തരും എന്ന് നബി തങ്ങൾ പറഞ്ഞ ഒരു സംഭവം. മൻ തറക ശൈഅൻ ലില്ലാഹി അവദഹു അല്ലാഹു ഖൈറൻ മിൻ. അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഉപേക്ഷിച്ചാൽ അതിന് പകരം അള്ളാഹു നിങ്ങൾക്ക് തരും. അള്ളാഹ്ക്ക് വേണ്ടി ഉപേക്ഷിച്ചാൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, മൻ തറക നദറതൻ മുഹറമ, ഏതെങ്കിലും ഒരാൾ ഹറാമായ ഒരു നോട്ടം നോക്കാതിരിക്കുകയും, അല്ലാഹു തആല നോക്കരുത് എന്ന് പറഞ്ഞതിലേക്ക് നോക്കാതിരിക്കുകയും, അല്ലാഹു തആല കാണരുത് എന്ന് പറഞ്ഞത് കാണാതിരിക്കുകയും, സ്വന്തം മുഖം തിരിക്കുകയും തിന്മയിലേക്ക് കണ്ണു കൊടുക്കാതിരിക്കുകയും ചെയ്താൽ റസഖഹുല്ലാഹു ഇബാദതൻ യജിദു ഹലാവതഹാ, നല്ല മാധുര്യമുള്ള ഇബാദത്ത് അല്ലാഹു പകരം നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണിനെ സൂക്ഷിച്ചാൽ അതിന് പകരം മധുരമുള്ള ഇബാദത്ത് അല്ലാഹു നൽകുമെന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ? കണ്ണ് പറയുന്നു നോക്കണമെന്ന്, മനസ്സ് പറയുന്നു നോക്കണമെന്ന്, പക്ഷെ അള്ളാഹു പറയുന്നു വേണ്ട എന്ന്. അള്ളാഹുവിന് വേണ്ടി ഒരു വിഷയം നിങ്ങൾ ഉപേക്ഷിച്ചാൽ, മൻ തറക ശൈഅൻ ലില്ലാഹ് അവദഹു അല്ലാഹു ഖൈറൻ മിൻഹു, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ഉപേക്ഷിച്ചാൽ അതിന് പകരം അള്ളാഹു നിങ്ങൾക്ക് ഏറ്റവും ഖൈറായത് പകരം നൽകുമത്രേ. മഹാനായ ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു തബഖാത്തുൽ ഹനാബിലയിൽ ഉദ്ധരിച്ചൊരു സംഭവമാണ്. ഖാദി അബൂബക്കറുൽ അൻസ്വാരി അൽ ബസ്സാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു അനുഭവം. ഖാദി അബൂബക്കറുൽ ബസ്സാസ് അൽ അൻസ്വാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹംബലി മദ്ഹബിന്റെ പ്രഗൽഭനായ ആലിമാണ്, പണ്ഡിതനാണ്. അദ്ദേഹത്തിന് മക്കയിൽ വെച്ചുണ്ടായ ഒരനുഭവം മഹാനായ ഇബ്നു റജബ് എന്നവർ ഉദ്ധരിക്കുന്നുണ്ട്. അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചു, അതിന്റെ ഒക്കെ പകരം കൺകുളിർമയുള്ളത് അള്ളാഹു പകരം കൊടുക്കുന്നു. അവര് ഹജ്ജിന് വന്നിരിക്കുന്നു മക്കയിലേക്ക്. മക്കയെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹുവിന്റെ ഹറമൈനികളെ അള്ളാഹു സംരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൗണ്ട് ഒന്ന് ക്ലാരിറ്റി കൂട്ടാനുണ്ടോ? ആ ഒരു ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ഉള്ള സൗണ്ട്, എക്കോ ഒന്നും വേണ്ട, ഡിലേ കൊടുത്തിട്ട് എന്ത് ചെയ്യാ, ഒന്ന് നല്ല തുറന്ന സൗണ്ട്. മഹാനായ അബൂബക്കർ അൽ ബസ്സാസ് അൽ അൻസ്വാരി റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ടവർ മക്കയിൽ വന്ന് ഹജ്ജ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ക്ഷീണിക്കുകയും തളരുകയും ഭക്ഷണം കിട്ടാതെ ദാഹിച്ചു വിശന്ന് മക്കയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോ വഴിയിൽ ഒരു പാക്കറ്റ് കാണുന്നു, ഒരു ബാഗ്. ആ ബാഗ് എടുത്ത് കൊണ്ടുപോയി വീട്ടിലേക്ക്. വല്ല കള്ളന്മാരും ആരെങ്കിലും എടുത്ത് കൊണ്ടുപോകുന്നതിനേക്കാളും നല്ലത് അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സത്യസന്ധൻ എടുക്കലാണല്ലോ. അതുകൊണ്ട് ആ ബാഗ് എടുത്തിട്ട് വീട്ടിലേക്ക് പോയി. മഹാനായ അബൂബക്കർ അൽ ബസ്സാസ് റഹ്മഹുല്ലാഹ് ദിവസങ്ങളായി ശരിക്കൊരു ഭക്ഷണം കഴിച്ചിട്ട്, ദിവസങ്ങളായി വെള്ളം കുടിച്ചിട്ട്, ദിവസങ്ങളായി അന്നപാനീയങ്ങൾ കിട്ടിയിട്ട് വളരെ വിഷമത്തിലാണ്, ദാരിദ്ര്യമാണ്, കയ്യിലെ പൈസയൊക്കെ തീർന്നിട്ടുണ്ട്. റൂമിൽ ചെന്ന് ബാഗ് തുറന്നു നോക്കുമ്പോ അതിൽ ചെറിയൊരു പട്ടിന്റെ വസ്ത്രം, അതിനുള്ളിൽ എന്തോ ഉണ്ട്. തുറന്നു നോക്കുമ്പോ 100 കണക്കിന് വിലപിടിപ്പുള്ള മുത്തുകളുടെ ഒരു മനോഹരമായ മാലയാണ്, നല്ലൊരു മാല. അതിന് 1000 ദീനാർ വില വരും അന്നത്തെ കാലത്ത്. നല്ല മുത്തുമാല, ശരിക്കൊരു പേൾ നെക്ലേസ്, വളരെ മനോഹരമായൊരു നെക്ലേസ്. ബഹുമാനപ്പെട്ടവരെ നോക്കി, റഹ്മാനായ റബ്ബേ, ഇത് നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ടാവും, എന്റെ കയ്യിലാണല്ലോ ഇത് കിട്ടിയത്. ആ മാല വീട്ടിലിങ്ങനെ സൂക്ഷിച്ച് 1-2 ദിവസം അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട് ആരുടേതാണ്. അപ്പോഴാണ് മക്കയിൽ ഒരു വൃദ്ധനായ സാധുവായൊരു മനുഷ്യൻ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, മൻ വജദ കീസൻ ഫീഹി അഖദ്, ഒരു മാലയുള്ള ഒരു കീസ്, ഒരു ബാഗ് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫദുല്ലനി അലൈഹി, എനിക്കത് അറിയിച്ചു തരണം, എന്നെ അറിയിച്ചു തരണം. ഒരു മാല കിട്ടിയാൽ എന്നെ അറിയിച്ചു തരണമേ എന്ന് പറഞ്ഞു. ആ മാല കിട്ടിയ മഹാനായ അബൂബക്കർ അൽ ബസ്സാസ് റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, നിങ്ങളുടെ മാല എങ്ങനത്തെ മാലയാണ്? പറഞ്ഞു, മുത്തുമാലയാണ്. എത്ര മുത്തുകളുണ്ട്? എണ്ണം പറഞ്ഞു കൊടുത്തു. അതിന്റെ നൂലെങ്ങനെയാണ്? പട്ടുനൂലാണ്. അതിന്റെ വലുപ്പത്രയുണ്ട്? പറഞ്ഞു നോക്കുമ്പോ, അടയാളങ്ങളൊക്കെ നോക്കുമ്പോ കൃത്യമായും ഇദ്ദേഹത്തിന്റെ ഈ മാല തന്നെയാണ്.
അദ്ദേഹം പറഞ്ഞു, ഈ മാല എനിക്ക് തരുന്ന ആളുകൾക്ക് 500 ദീനാർ, ഞാൻ പകരം കൊടുക്കുന്നത് 500 ദീനാർ സ്വർണമാണ്. 500 ദീനാർ സ്വർണം ഞാൻ ഇതിന് പകരം കൊടുക്കും എനിക്കറിയിച്ചു തരുന്ന ആളുകൾക്ക്. അദ്ദേഹമാണെങ്കിലോ 1 ദീനാറോ 1/2 ദീനാറോ കിട്ടിയാൽ ആവശ്യമായി കിടക്കുന്ന സമയമാണത്. അങ്ങനെ മഹാനായ അബൂബക്കർ എന്നവർ വീട്ടിൽ ചെന്ന് ആ ബാഗ് എടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. ഈ മനുഷ്യന് സന്തോഷം നിൽക്കുന്നില്ല, എന്തെന്നില്ലാത്ത ആഹ്ലാദം. റബ്ബേ, നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചത് തിരിച്ചു കിട്ടിയതിന്റെ ഒരു ആനന്ദം. ബഹുമാനപ്പെട്ടവർക്ക് സന്തോഷം നിർത്താൻ പറ്റുന്നില്ല, എന്തെന്നില്ലാത്ത ആഹ്ലാദം. എന്നാൽ ഈ തന്നതിനിതാ 500 ദിർഹം എന്റെ വക. ഞാൻ പറഞ്ഞു, എനിക്കിത് വേണ്ട. എന്തേ? മുസ്ലിമായൊരു മനുഷ്യൻ സത്യസന്ധത കാണിക്കണമെന്നും മുസ്ലിമായൊരു മനുഷ്യൻ അമാനത്ത് തിരിച്ചേൽപ്പിക്കണമെന്നും നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അമുസ്ലിമിൻ്റെതാണ് നിങ്ങളുടെ കയ്യിൽ പെട്ടുപോയതെങ്കിൽ പോലും അത് നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഒരു മനുഷ്യന്റേതും നിങ്ങൾ എടുക്കാൻ പാടില്ല. ഒരാളിന്റെ സമ്മതമില്ലാതെ, തൃപ്തിയില്ലാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇതെന്റെ ബാധ്യതയാണ് ഞാൻ ചെയ്യുന്നത്. അറബികളൊക്കെ പറയും ലാ ശുക്ര അലാ വാജിബ്. ഒരു ഉപകാരം ചെയ്തു കൊടുത്താൽ നമ്മൾ താങ്ക് യു എന്നോ ശുക്രൻ ജസാക്കല്ലാഹു ഖൈറൻ ശുക്രൻ നന്ദി എന്നൊക്കെ പറഞ്ഞാൽ അവർ പറയും ലാ ശുക്ര അലാ വാജിബ്. സ്വന്തം ബാധ്യതക്ക് ശുക്ർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഞാൻ എൻ്റെ ഉത്തരവാദിത്തമാണ് ചെയ്തത് എന്ന് പറയും. അതൊരു നല്ല വാക്കാണ്, ലാ ശുക്ര അലാ വാജിബ്. അപ്പോ അദ്ദേഹം ആ അർത്ഥത്തിലാണ് ഈ 500 ദീനാറും വേണ്ട എന്ന് വെക്കുന്നത്. അദ്ദേഹത്തിന് 500 പോയിട്ട് അതിൽ 1 കിട്ടിയാൽ തന്നെ ആവശ്യമുണ്ട് ഭക്ഷണം കഴിക്കാൻ, വെള്ളം കുടിക്കാൻ. പക്ഷേ ആ 1 ദീനാറ് പോലും സ്വീകരിക്കാതെ 500 നിങ്ങൾ തിരിച്ചെടുത്തോ, ഈ മാലയും നിങ്ങളുടേതല്ലേ, നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അൽഹംദുലില്ലാ എന്നും പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഒരു പ്രായമുള്ള മനുഷ്യൻ. ഹജ്ജ് കഴിഞ്ഞു, എല്ലാവരും അവരുടെ നാട്ടിലേക്ക് പോകുന്നു. അബൂബക്കർ ബസ്സാസ് അൽ അൻസ്വാരി റഹ്മഹുല്ലാഹ്, അദ്ദേഹം ഡമസ്കസുകാരനാണ്. പക്ഷെ അദ്ദേഹം കപ്പലിലൂടെ യാത്ര പോവുകയാണ്. ആ സമയം ഹജ്ജ് കഴിഞ്ഞ് അദ്ദേഹം കപ്പൽ കയറുന്നു. ദീർഘമായ യാത്രയിലാണ്. ആ യാത്രയിൽ തന്റെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്റെ കപ്പൽ തകർന്ന് അദ്ദേഹം ഒരു മരത്തകിടിൽ പിടിച്ച് അദ്ദേഹം ഒരു ദ്വീപിലേക്ക് എത്തിപ്പെട്ട സംഭവം മഹാനായ ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ തബഖാത്തുൽ ഹനാബിലയിൽ വളരെ വിശദീകരിച്ച് പറഞ്ഞ ഒരു സംഭവമാണിത്. അദ്ദേഹം ആ ദ്വീപിലേക്ക് എത്തുന്നു. ആ ദ്വീപിൽ ചെന്ന് നോക്കുമ്പോ ഒരു പള്ളി കണ്ടു. ആ പള്ളിയിലേക്ക് ചെന്നു. പള്ളിയിൽ ചെന്നു. അവിടെ മനോഹരമായി ഇദ്ദേഹം ഖുർആൻ ഓതുന്നത് കേട്ടപ്പോ നാട്ടുകാരെ ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് ഖുർആൻ അറിയോ? പറഞ്ഞു, അറിയും. ഞങ്ങളുടെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? പഠിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ ആ നാട്ടിലെ കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് പഠിക്കാൻ വേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞു, ആ ദ്വീപ് ഏത് നാടാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. മാസങ്ങളോളം നീണ്ട നിലനിൽപ്പിന് വേണ്ടിയുള്ള പടവരുതലിനിടയിലാണ് ആ കപ്പൽ കഷ്ണവുമായി ഞാൻ ആ ദ്വീപിലേക്ക് എത്തിപ്പെടുന്നത്. ഞാൻ അവിടെ അവർക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുത്തു. അവരെനിക്ക് ഒരുപാട് പൈസ തന്നു അതിന് വേണ്ടി. ആ ഇടക്കാണ് അവിടെ ഒരു കീറിപ്പറഞ്ഞ മുസ്ഹഫ് കണ്ടപ്പോ ആ മുസ്ഹഫിന്റെ ഓരോരോ പേജുകളും കൃത്യമായി ഞാൻ അടുക്കി വെക്കുന്നത് കണ്ടപ്പോ അവർ അത്ഭുതപ്പെട്ട് ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് അറബി എഴുതാനും വായിക്കാനും അറിയോ? പറഞ്ഞു, എനിക്കറിയും. എന്നാ ഞങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ അറബി എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു കൊടുക്കുവോ? പഠിപ്പിച്ചു കൊടുക്കാം. ഞാൻ അവർക്ക് പഠിപ്പിക്കാൻ തുടങ്ങി. അവിടെ ഒരു മുഅല്ലിമായി ഞാൻ ജോലി ചെയ്യുന്നു. അവരെനിക്ക് ശമ്പളം തന്നു. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവാൻ. അപ്പൊ എനിക്ക് തിരിച്ചു പോകാനുള്ള പൈസയൊക്കെ ആയി. ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്. അവർ പറഞ്ഞു, നിങ്ങൾ പോകാൻ പറ്റില്ല, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഞങ്ങളുടെ നാട്ടിൽ ഈ ദ്വീപിൽ ഒരു യതീമത്തായ കുട്ടിയുണ്ട്, വാപ്പ മരിച്ചുപോയൊരു കുട്ടി. ആ കുട്ടിയെ നിങ്ങൾ വിവാഹം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമാവും. ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾ സ്ഥിരതാമസവും കൂടി ആക്കുകയാണെങ്കിൽ വലിയ സന്തോഷമായി എന്ന് പറഞ്ഞു. കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പോ ബഹുമാനപ്പെട്ടവർ അവിടെ കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ്. ആ നാട്ടുകാരായ ആളുകൾ അവിടുത്തെ യതീമത്തായ കുട്ടിയെ കൊണ്ടുവന്നു. ആ കുട്ടിയെ കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് ഇഷ്ടമായി. കല്യാണം ഉറപ്പിക്കുന്നു. ആ കുട്ടിയുടെ എളാപ്പയുണ്ട്, കുട്ടിയുടെ അമ്മാവനുണ്ട്, പലരുമുണ്ട് സദസ്സിൽ. കുട്ടിയുടെ നിക്കാഹ് കഴിഞ്ഞ് ആ പെൺകുട്ടിയെ വീട്ടിലേക്ക് ആക്കി കൊടുക്കുകയാണ്. പുതിയ പെണ്ണ് വന്നിരിക്കുന്നു, പുതുനാരി വന്നിരിക്കുകയാണ്. വിവാഹത്തിന്റെ ദിവസം മനോഹരമായ വസ്ത്രവും ആഭരണങ്ങളും അണിഞ്ഞു വന്നിരിക്കുന്നു ആ പുതുനാരി പെണ്ണ്. മഹാനായ ഖാദി അബൂബക്കർ അൻസ്വാരി ബസ്സാസ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന ചെറുപ്പക്കാരനാണ്.
അദ്ദേഹം അനുഭവം പറയാൻ, ഞാൻ ആ പെൺകുട്ടി വന്നപ്പോ എന്റെ ഭാര്യയാണ്, പക്ഷെ കഴുത്തിലെ മാല കണ്ടപ്പോ ഞാൻ ആ മാലയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് ഒരുപാട് നേരം. അപ്പോ കൂടുള്ള ആളുകൾ പറഞ്ഞു, ലഖദ് കസർത ഖൽബൽ യതീമ, ശൈഖേ നിങ്ങൾ ഈ കുട്ടിയുടെ ഹൃദയം പൊട്ടിച്ചു കളഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയെ വിഷമത്തിലാക്കിയല്ലോ. നളർത ഇലൽ അഖ്ദി വലം തൻദുർ ഇലാ വജ്ഹിഹാ, നിങ്ങൾ ആ മാലയിലേക്ക് അങ്ങനെ നോക്കുന്നു, ആ കുട്ടിയുടെ മുഖത്തേക്ക് തീരെ നോക്കുന്നില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, ഈ മാല എനിക്ക് കണ്ടു പരിചയമുള്ള മാലയാണ്. അതെങ്ങനെ? അപ്പൊ കഥ പറഞ്ഞു കൊടുത്തു. മക്കയിൽ ഞാൻ ഒരാളുടെ മാല എന്റെ കയ്യിൽ കിട്ടി തിരിച്ചു കൊടുത്ത കഥ പറഞ്ഞു. അപ്പൊ ഈ കൂടിയ പന്തലിലുള്ള മുഴുവൻ ആളുകളും അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലാണ്, വലിയ തക്ബീർ. അദ്ദേഹം പറയാ, ആ ദ്വീപിലുള്ള മുഴുവൻ ആളുകളും കേട്ടിരിക്കും ആ തക്ബീറിന്റെ ധ്വനി. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനായി തക്ബീർ ചൊല്ലുന്നത്? പറഞ്ഞു, ഈ പെൺകുട്ടിയുടെ വാപ്പ ഈ അടുത്ത് മരിച്ചുപോയ ആളാണ്. അദ്ദേഹം ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോ ഞങ്ങളോട് ഈ മാല നഷ്ടപ്പെട്ട കഥ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, മാ റഅയ്തു മുസ്ലിമൻ അഹ്സന മിൻ ഫതൻ റദ്ദ ഇലയ്യ അഖ്ദി, എന്റെ മാല എന്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന മുസ്ലിമിനേക്കാൾ ഒരു നല്ല മുസ്ലിമിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. എന്റെ മാല എന്റെ കയ്യിലേക്ക് കൊണ്ടുതന്ന ആ ചെറുപ്പക്കാരനോളം ഒരു നല്ല മുസ്ലിമിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. اللهم اجمع بيني وبينه حتى أزوجه بنتي. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരനെ എപ്പോഴെങ്കിലും എന്റെ മുമ്പിലേക്കൊന്ന് കാണിച്ചു തരണം. എന്റെ മകളെ എനിക്ക് അയാൾക്ക് വിവാഹം ചെയ്യിച്ചു കൊടുക്കണം. ഇതാണ് എന്റെ ആഗ്രഹം. ഈ വാപ്പങ്ങനെ ദ്വാരക്കുമായിരുന്നു എപ്പോഴും. പടച്ചോനെ, ആ എന്റെ മാലിനിക്ക് തന്ന ആ ചെറുപ്പക്കാരന്, ഏത് നാട്ടുകാരൻ എവിടെയൊന്നും അറിയില്ല, പക്ഷേ അങ്ങനത്തെ ഒരു സത്യസന്ധനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സ്വന്തം കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും നമ്മൾ കടപ്പാടുള്ള ആളുകളാണ്, എന്നിട്ട് പോലും വിശ്വാസവഞ്ചന നടക്കുന്ന കാലമാണ്. സ്വന്തം ബന്ധുക്കൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കൊടുക്കുമ്പോൾ കമ്മീഷൻ വാങ്ങുക, അല്ലെങ്കിൽ കച്ചവടക്കാരോട് പറഞ്ഞുറപ്പിക്കുക. 10 റുപ്യേന്റെ സാധനം സ്വന്തം പുരക്കാർക്ക് 11 റുപ്യ കൊടുക്കുക, എന്നിട്ട് 1 റുപ്യ പോക്കറ്റിലേക്ക്. ആരോടായി ചെയ്യുന്നത്? സ്വന്തം ബന്ധുക്കളോട്. അങ്ങനെ സ്വന്തം കുടുംബത്തിന്റെ പോലും ചൂഷണം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് മഹാനായ അബൂബക്കർ അൽ ബസ്സാസ് റഹിമഹുല്ലാഹ് അവകാശം എന്ന് പറഞ്ഞൂടാ, ഔദാര്യമായി കൊടുത്തിരുന്ന 500 ദീനാർ പോലും എനിക്ക് വേണ്ടെന്ന് വെച്ചത്. ആ മനുഷ്യന്റെ സത്യസന്ധത കണ്ടപ്പോഴാണ് ഹബീബായ നബിയുടെ ഹദീസ് ഓർമ്മ വരുന്നത്. നിങ്ങളുടെ മുമ്പിലേക്ക് ആരെങ്കിലും ഇദാ അതാകും മൻ തർളൗന ദീനഹു വ അമാനതഹു ഫസവ്വിജൂഹു ഇല്ലാ തകുൻ ഫിത്നതുൻ ഫിൽ അർളി വ ഫസാദുൻ അരീൽ. നിങ്ങളുടെ മുമ്പിലേക്ക് വിശ്വസ്തതയുള്ള, ഈമാനുള്ള, സത്യസന്ധതയുള്ള ചെറുപ്പക്കാരൻ വരികയാണെങ്കിൽ നിങ്ങൾ അവർക്ക് നിങ്ങളുടെ പെൺമക്കളെ വിവാഹം ചെയ്യിച്ചു കൊടുക്കണേ. നിങ്ങളുടെ മുമ്പിലേക്ക് പ്രായപൂർത്തിയായ നിങ്ങളുടെ മകൾ ഉണ്ടായിരിക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് ഈമാനും അമാനത്തും വിശ്വസ്തതയുമുള്ള ആളുകൾ, ഒരു ചെറുപ്പക്കാരന്റെ ദീനും അവരുടെ അമാനത്തും വിശ്വസ്തതയും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് വിവാഹം ചെയ്യിച്ചു കൊടുക്കണം. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ലോകത്ത് വിപത്തുകൾ ഉണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ഹദീസിന്റെ ബലത്തിലാണ് ഈ വാപ്പ പറയുന്നത്, പടച്ചവനെ, അല്ലാഹുമ്മ ജമഅ ബൈനി വ ബൈന, ആ ചെറുപ്പക്കാരനെയും എന്നെയും നീ എവിടെയെങ്കിലും വെച്ചൊന്ന് ഒരുമിപ്പിക്കണമേ. ഹത്താ ഉസവ്വിജഹു ബിൻതി, എന്റെ ഈ മോളെ എനിക്ക് അയാൾക്ക് വിവാഹം ചെയ്യിച്ചു കൊടുക്കണം. ആ പ്രാർത്ഥനയാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങളെ വേണമെന്ന് അയാൾ ആഗ്രഹിച്ചു. വാപ്പ മരിച്ചു. അയാളുടെ മരണശേഷമെങ്കിലും ആ മോളെ നിക്കാഹ് ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് തന്നു. എന്തുകൊണ്ട്? നിങ്ങൾ ആ മാല, അതിന്റെ പ്രതിഫലവും അള്ളാഹ്ക്ക് വേണ്ടി വേണ്ട എന്ന് വെച്ചപ്പോൾ അതിനേക്കാളും ഖൈറായത് അള്ളാഹു നിങ്ങൾക്ക് ബാക്കി തന്നു. ഈ പെണ്ണിന്റെ വാപ്പ അനന്തര സ്വത്ത് ബാക്കി വെച്ചുകൊണ്ടാണ് പോയത്. ഈ പെണ്ണിന് സ്വത്തുക്കളുണ്ട്, ഈ മാല തന്നെ ധാരാളമാണ്. മഹാനവറുകൾ കല്യാണം കഴിച്ചു. 2 ആൺകുട്ടികൾ അവർക്ക് ഈ മോളിൽ, ഈ ഭാര്യയിൽ നിന്നുണ്ടായി. 2 മക്കൾ ജനിച്ചു. പക്ഷേ അധികകാലം നീണ്ടു നിന്നില്ല. ഈ പെൺകുട്ടി മരിച്ചുപോയി, തന്റെ ഭാര്യ മരിച്ചുപോയി. ആ മരണത്തിന് ശേഷം മുത്തുമാല തന്റെ 2 മക്കളും ഭർത്താവുമായ മഹാനായ അബൂബക്കർ എന്നവരും അവര് എടുക്കുകയാണ്.
കുറച്ചു കാലം കഴിഞ്ഞു ഈ രണ്ട് മക്കളും മരിച്ചു പോകുന്നു. മഹാനായ അബൂബക്കർ ബസ്സാസ് റഹിമഹുല്ലാഹ് പറഞ്ഞു, എന്റെ കയ്യിൽ ഇപ്പോൾ ആ മാലയുണ്ട്. ഈ മാല ഞാൻ 1,00,000 ദീനാറിനാണ് വിറ്റത്. 1,00,000 ദീനാർ. ആ 1,00,000 ദീനാർ അള്ളാഹുവിന്റെ മാർഗത്തിൽ പാവപ്പെട്ട എത്രയോ കുടുംബങ്ങൾക്ക്, എത്രയോ പാവപ്പെട്ട ആളുകൾക്ക് ഞാൻ വിതരണം ചെയ്തു കൊടുത്തു. ഇന്നും ഒരൽപ്പം എന്റെ കയ്യിൽ ബാക്കിയുണ്ട്. ഞാൻ ഇന്ന് അന്നവും വെള്ളവും കുടിക്കുന്നത് ആ മുത്തുമാല വിറ്റ പൈസയുടെ ബാക്കി കൊണ്ടാണ്. അള്ളാഹു ചെയ്ത അനുഗ്രഹം നോക്കണം. അള്ളാഹ്ക്ക് വേണ്ടി വേണ്ട എന്ന് വിചാരിച്ചപ്പോ മൻ തറക ലില്ലാഹി അവദഹുല്ലാഹു ഖൈറൻ മിൻഹു. അള്ളാഹുവിന് വേണ്ടി വല്ലതും ഉപേക്ഷിച്ചാൽ അതിനേക്കാളും ഖൈറായത് അള്ളാഹു പകരം നൽകുകയാണെന്ന് ചരിത്രത്തിന്റെ ഒരമൂല്യമായ അതുല്യമായ ഒരു സംഭവത്തിലൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഹദീസ് പുലരുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണ് അല്ലാഹു തആല റബ്ബിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന ആളുകൾക്ക് എന്താണോ അവർ ഉപേക്ഷിച്ചത് അതിനേക്കാളും ഖൈറായത് അല്ലാഹു പകരം നൽകും. അല്ലാഹു പകരം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്ന് സ്വലാത്ത് ചൊല്ലിയിരിക്കും. ഒറ്റ സംഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്വല്ലു അലൻ നബിയ്യി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന